ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമ്പേട്ടി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് യുഡിസി കുമാരിയാണ്. ഹലോ, നമസ്കാരം. യെസ്. ഇപ്പോ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. 24 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമുക്ക്. അപ്പം അവരോട് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കാര്യം എന്തായാലും നിങ്ങൾ വന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ, പിന്നെ അതെ അതെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എവിടെ നിന്ന് തുടങ്ങിയല്ലേ നമ്മള്, എന്നിട്ടിപ്പോ 24 എത്തിയിരിക്കുകയാണ്. അപ്പൊ അതെ അത് അതെ. തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് നമ്മുടെ വീഡിയോ എല്ലാം ലോങ് ഫോർമാറ്റ് വീഡിയോസ് ആണ്, എന്നിട്ട് അത് കാണാനും ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതെ അതെ ഞങ്ങളുടെ അതെ. മലൈക്കോട്ടെ വാലിബനൊക്കെ ഫൈവ് ഈ ഫൈവ് വർഷത്തെ ഫൈവിൽ എത്തി നിൽക്കുകയാണ് ആ, മലൈക്കോട്ടെ വാലിബൻ. ഈ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൊന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ബാലയ്യയുടെ വീഡിയോ ആരും കാണുന്നില്ല. ആൾക്കാര് ഉം. ആരും കാണുന്നില്ല. അത് എനിക്ക് സങ്കടമാകുന്നുണ്ട്. ഓക്കെ, കേരള സ്റ്റോറിയൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്, മലൈക്കോട്ടെ വാലിബനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ ബാലയ്യക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാത്തത്? ഒന്നുമില്ലെങ്കിലും പാവ മനുഷ്യൻ അല്ലേ? ആ നമുക്കൊക്കെ വേണ്ടി എന്തോരം പടങ്ങൾ അതെന്ത് ചെയ്യുന്നു. എന്ത് ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞാണ്. പുള്ളിയുടെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ ചോര ഇങ്ങനെ നമ്മുടെ ഞരമ്പുകളിൽ കൂടി സിരകളിൽ കൂടി ഇങ്ങനെ ക്രന്ന് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങളത് കേട്ട് നോക്കണം. ഉം. നല്ലൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു 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 കണ്ടന്റ് ആണത്. നിങ്ങൾ കണ്ടു നോക്കും. യെസ്. അതെ, ഞങ്ങള് അത് അന്നത്തെ ദിവസമൊക്കെ ഞങ്ങള് ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ചെയ്തതാണ്. പക്ഷെ ആ വീഡിയോ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു എനർജി ഒക്കെ വന്നത്, ഞങ്ങളുടെ കിട്ടിയത്. ബാലയെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ. ആ, അതെ 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 അതെ. അതിന്റെ കൂടെ കേരള അതെ, സ്റ്റോറി അപ്പം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യാനിരുന്നത്. അപ്പം കേരള സ്റ്റോറിയുടെ ആ ഒരു ദുരന്ത് കഴിഞ്ഞിട്ട് നല്ലൊരു എപ്പിസോഡിൽ നിന്ന് തുടങ്ങാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഉം, ഡിസാസ്റ്റർ ഉണ്ടായി. നമ്മുടെ ആനിമലിന്റെ ആ, അതെ, ഓഡിയോ ഞങ്ങൾ ആനിമലിന്റെ ഓഡിയോ ഒക്കെ ഞങ്ങൾ ആനിമലിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത് ഞങ്ങൾ 3 പേരൂടെ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഞങ്ങൾ 3 പേരൂടെ ഉള്ള ഒരു ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. പക്ഷെ സന്തോഷകരമായിട്ട് ഞങ്ങളതെല്ലാം വൈൻഡ് അപ്പ് ചെയ്ത്, ഓ ഇതിന് അധികം എഡിറ്റ് ഒന്നും വേണ്ട, നമുക്ക് തമ്മിൽ കെട്ടി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ദിഗംബരൻ പോഡ്കാസ്റ്റ് ഒക്കെ എൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് കേട്ടു നോക്കി. അപ്പൊ എന്റെ സൗണ്ട് ഇല്ല. ആവേ, ആ മൊത്തം സൗണ്ട് ഇല്ല. പിന്നെ അതെങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സംസാരമല്ലേ. അപ്പൊ പിന്നെ പിന്നെ ഞങ്ങളെ കൊണ്ട് ഞങ്ങള് ഡബ് ചെയ്യിപ്പിച്ചിട്ടാണ്. അതെ. വെച്ചത്. അതെ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആർട്ടാണ് ആ കാണുന്നത്. അതുകൊണ്ട് അതിന്റെ Yes, സങ്കടവും അതാണ്. കേരള സ്റ്റോറിയുടെ അത്രയും ദിവസത്തെ ടോർച്ചറും എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങള് നമ്മുടെ ലെജൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ലെജൻഡ് ചെയ്യുന്നത് ആനിമൽ കഴിഞ്ഞിട്ടാണ്. ബട്ട് ഞങ്ങളത് ഇത് റിലീസ് ആകുന്നത്, അതായത് നമ്മൾ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നത് ലെജൻഡ് ഫസ്റ്റ് പിന്നെ ആനിമൽ അങ്ങനെയായിരുന്നു. പക്ഷെ ലെജൻഡ് ചെയ്തതോടെ ഞങ്ങളൊന്ന് ഉം. ബ്രൈറ്റൻഡ് ആയി. അതാണ് ദാറ്റ്സ് വാട്ട് ദ പോയിന്റ് വി ആർ ട്രൈങ് ടു മേക്ക്. അപ്പം എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതെ. ഇഷ്ടപ്പെടും. ബാലയെ അങ്ങനത്തെ ഒരു ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. നമ്മുടെ ഇഷ്ടം ഇങ്ങനെ പിടിച്ചു വാങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആക്ടറാണ്. ഡു വാച്ചസ് മൂവീസ് റെക്കമെൻഡ് പിന്നെ ചെയ്യുന്നു ഹെവി. ഞങ്ങളുടെ തേന്മാവിൻ കൊമ്പത്തും മുത്തുവിനെയും കുറിച്ചിട്ടുള്ള വീഡിയോയും ചെക്കൗട്ട് ചെയ്യുക. അതും ഞങ്ങളുടെ ആദ്യം പബ്ലിഷ് ചെയ്ത വീഡിയോകളിലൊന്നാണ്. അപ്പൊ അതിനും ഒരു സപ്പോർട്ട് തരിക. യെസ്. എനിവേസ്, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, സാധാരണ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിൽ അതില് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള രീതിയിലാണ് നമ്മളിത് എന്റെ ഒരു ഒരു കൺസെപ്ഷനും ഇതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ. അപ്പൊ പക്ഷെ ഇന്ന് ഞങ്ങൾ ഇച്ചിരി വ്യത്യസ്തമായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കാര്യം ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാര്യം, ഞങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിന്റെ ഒരു വലിയ ആരാധകരും അങ്ങനെ പ്രേക്ഷകരും അല്ല. അല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. ഞാന് മലയാളത്തില് രജിത് സാറിന്റെ സീസൺ, അതായത് അതും ഒരു 25ാമത്തെ എപ്പിസോഡോ അങ്ങനെ എന്തോ, 18th ഡേ 20th ഡേ അങ്ങനെ എന്തോ തൊട്ടാണ് കണ്ടു തുടങ്ങി. കാര്യം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു കടുത്ത ബിഗ് ബോസ് ആരാധകനാണ്. എന്തെങ്കിലും ഒരിക്കൽ ബിഗ് ബോസിൽ കയറാമെന്നൊക്കെയുള്ള പ്രതീക്ഷകളുമായി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ നിർബന്ധപ്രകാരമാണ് ബിഗ് ബോസ് ഇരുന്ന് കാണുന്നത്. പുള്ളി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇരുന്ന് കണ്ടു തുടങ്ങിയത്.
നാട്ടിൽ വെച്ച് എന്റെ അമ്മ ഫസ്റ്റ് സീസൺ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നപ്പോ തന്നെ നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഈ ബിഗ് ബോസ് ഒക്കെ ആണോ ഇരുന്ന് കാണുന്നത് അമ്മയോട് ചോദിച്ചു. പക്ഷെ അമ്മ ഒരു ലാലേട്ടൻ ഫാനാണ് കേട്ടോ. അപ്പൊ അമ്മക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ലാലേച്ചിനെ കാണാനും, പിന്നെ അവരൊക്കെ അവരവിടെ ഇരുന്ന് അടിയുണ്ടാക്കുന്ന കാണാൻ ഒരു രസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരി വന്നിരുന്ന് കണ്ടത്. പിന്നീട് ഈ സീസൺ 2 എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് കണ്ടു തുടങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്, അതിലൊരു എന്റർടൈൻമെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ മണിക്കുട്ടന്റെ സീസണും കണ്ടിട്ടുണ്ട്. സീസൺ നമ്പറുകൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് കേട്ടോ അതങ്ങനെ പറയാതെ. സീസൺ 2ഉം 3ഉം ആണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ തമിഴാണ് ഞാനും കൂടുതൽ കണ്ടിട്ടുള്ളത്. കാര്യം എനിക്ക് കമൽ സാറിന് ഇഷ്ടമായതുകൊണ്ടും പുള്ളിയുടെ പ്രസന്റേഷൻ ഒക്കെ ഇഷ്ടമായതുകൊണ്ടും അങ്ങനെ അവിടെ ഒരു 2 സീസൺ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. മൂന്ന് മൂന്ന് മൂ- മൂന്നാമത്തെ സീസണാണ് മണിക്കുട്ടൻ്റെ. മണിക്കുട്ടന്റെ, സോറി, മൂന്നാമത്തെ സീസൺ. ഓക്കെ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, രണ്ടും അതെ അതെ മൂന്നും. അതെ അതെ, രണ്ടും മൂന്നും കറക്റ്റ് ആണെന്ന് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചതാണ് ഞാനിപ്പോ പോയി സെർച്ച് ഓക്കെ, ചെയ്തിട്ട്. Yes. ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇനി തമിഴിന്റെ കാര്യം പറഞ്ഞോണ്ട് അല്ല അല്ല. തമിഴില് ഞാൻ 3 കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 കണ്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അപ്പൊ എന്തായാലും ഇത്തവണ ഞങ്ങള് ഇവളിപ്പോ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല. അതെ അതെ അതെ. അപ്പം ബിഗ് എനിക്ക് ബോസിൽ ഞാന് എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ ഈ അടി ഇടുന്നിരുന്ന് കാണാൻ എനിക്ക് ഈ ഒത്തിരി സൗണ്ട് എനിക്ക് റിയൽ ലൈഫിലും സൗണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലാതെയും അല്ല, ഈ ആരാ പറയുന്നേ, ഏ, ആരാ ആ, പറയുന്നേ ക്ലാസ്സില് അവിടെ കടന്ന് പുറകിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓ, എനിക്ക് സൗണ്ട് സത്യം പറഞ്ഞാൽ അലർജിയാണ്. ഏ, എനിക്ക് സൗണ്ട് അലർജി ആയതുകൊണ്ട് അന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്, ഓ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല, ആളെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓർത്തതാണ്. പക്ഷെ ഇന്ന് ഞാൻ അവളുടെ കൂടെ ഇരുന്നാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു ആക്ച്വലി പ്രേക്ഷകരോട് ഹൈലൈറ്റ്. നമ്മളത് പറയണം. ആക്ച്വലി ഞാനും അതായത് ഞാൻ UDC കുമാരി, ആ, പിന്നെ ദിഗംബരനും നമ്മുടെ ചക്രവാണി അണ്ണനും ഒക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. അപ്പം അതാണ് ഈ പറഞ്ഞ കഥയുടെ ഒരു ജെനിസിസ് എന്ന് പറയുന്നത്. ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ ആദ്യമല്ലായിരുന്നു, പിന്നീട് ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് എല്ലാരും ഒരു ബെഞ്ചിലാക്കി. അപ്പോ അങ്ങനെ അങ്ങനെ അപ്പൊ ഞാൻ പറയാൻ വന്നതാണ്. എനിക്ക് പൊതുവെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കിടന്ന് ഒച്ച വെക്കുമ്പം എനിക്ക് കേൾക്കത്തില്ലല്ലോ, അത് എന്റെ വായിക്കകത്തുനിന്ന് വരുന്ന സൗണ്ട്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പക്ഷെ സൗണ്ട് ഒന്നും വലിയ താല്പര്യമില്ലെന്നൊക്കെ. എന്തുവാണ്. അല്ല, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവളെങ്ങനെ കിടന്ന് വായിട്ട് അലക്കുന്ന അങ്ങനെയല്ല കേട്ടോ. അത് അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒച്ച ഉണ്ടാക്കിയതാണ്. അല്ലത് ഞാനത് കൊമേഡിക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് ആൾക്കാർ കിടന്ന് ഒച്ച വെക്കുമ്പോഴത്തേനും അത് കേൾക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇടപെടുവോ എന്തെങ്കിലും ചെയ്യാം. ബട്ട് റാൻഡം ആൾക്കാരൊക്കെ വന്നിട്ട് ചുമ്മാ കിടന്ന് അലക്കുന്നത്, നമ്മൾ TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങള് അമ്മയും ഞാനോ ആരും സീരിയൽ വാച്ചേഴ്സ് അല്ല. അപ്പം നമ്മൾ ഏഷ്യാനെറ്റ് അങ്ങനെ വെക്കാറില്ല. ഏഷ്യാനെറ്റ് വെക്കുന്നത് നമ്മൾ മൂവീസ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ കാരണം നമ്മുടെ പഴയ പടങ്ങളൊക്കെ വരും, ദേവാസുരം പോലത്തെയൊക്കെ മനോഹരമായിട്ടുള്ള പടങ്ങളൊക്കെ വരും. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഇങ്ങനെ ഏഷ്യാനെറ്റിൽ കാണുന്ന കുറേ പടങ്ങൾ വരുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഈ കറക്റ്റ് ടൈമൊക്കെ വെച്ചിട്ട് ചാനൽ വെക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഈ ബിഗ് ബോസിൻ്റെ മനുഷ്യന്മാർ വന്ന് കിടന്ന് അലക്കുന്ന പരസ്യങ്ങളായിരിക്കും അവരിടുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്തൊരു ന്യൂയിസൻസ് ആണ് ഇതൊക്കെ കണ്ടോണ്ട് മനുഷ്യന്മാരെങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് കണ്ടിട്ടില്ലാത്തത്. ബട്ട് ഈ വട്ടം ഞങ്ങൾ തീരുമാനിച്ചു, ഈ വട്ടം ഞങ്ങൾക്ക് കാണാം ഒരു തീരുമാനം എടുത്തു. ആക്ച്വലി ഞാൻ മോഹൻലാലിനോട് എനിക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ആരാധനയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ ലാലേട്ടൻ്റെ ഇത് കാണാൻ വേണ്ടി ബിഗ് ബോസ് കാണണം എന്ന് എനിക്ക് പക്ഷെ തോന്നിയിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ബട്ട് കമൽഹാസൻ സാറാണ് തമിഴ് വേർഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ലതായിട്ട്. അതായത് ദിഗംബരനും ചക്രവാണിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്, നല്ല അവതരണമാണ് പുള്ളി, കുറച്ചും കൂടെ ഒരു എന്താണ് വേറെ ഒരു രീതിയിലാണ് പുള്ളി റെപ്രസെന്റ് ചെയ്യുന്നത്. കാര്യം പറ. പുള്ളിയുടെ പൊളിറ്റിക്കൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട്, പൊളിറ്റിക്കൽ സൈഡൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അതില് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതില് പുള്ളിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒക്കെ ഇങ്ങനെ പറയും. ഇപ്പൊ ഗവൺമെന്റിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ടു കൊടുക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സെഷൻ ഉണ്ട്, പുള്ളി വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ഉണ്ട്.
പുസ്തകപ്പരിന്തുറൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പറയാറ്. അതായത് അതിന്റെ അകത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല ബുക്കുകളൊക്കെ നമ്മുടെ ആ, ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ബുക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പം പെട്ടെന്ന് ബാൽച്ചുള്ളി എന്നാണ് വായി വന്നത്, സോറി. ശീലമായത് കൊണ്ടാണ്. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ബുക്കുകളെ കുറിച്ചും അങ്ങനെയൊക്കെ, അങ്ങനെ MT വാസുദേവൻ നായരുടെ ബുക്കുകളെ കുറിച്ച് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പല പല ബുക്കുകളും പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ്. പിന്നെ ഒരു പുള്ളിയുടെ ഒരു വോയിസ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ പുള്ളിയുടെ പഴയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയും, സിനിമയിലെ ഇങ്ങനെ എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം അങ്ങനെയൊക്കെ രസമാണ്. എനിവേസ്, അപ്പൊ അപ്പൊ അങ്ങനെ ഞങ്ങള് അല്ലെ പറഞ്ഞു. അല്ല നീ പറഞ്ഞു. അപ്പം അല്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോഴും ആലോചിക്കും തമിഴ് കണ്ട് നോക്കിയാലോ എന്ന്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് സൽമാൻ ഖാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പുള്ളി ബിഗ് ബോസിനേക്കാളും വലിയ ബോസ് ആണെന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ ഇത് കമൽഹാസൻ ചെയ്യുന്ന ആ ഒരു ബിഗ് ബോസിനെ കുറിച്ച് അധികം അങ്ങനെ റോങ് ആയിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പൊ അത് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് കടന്നു വന്നു എന്നുള്ളൊരു ന്യൂസ് ഞങ്ങൾ അറിയുന്നത്. ഇത് പറഞ്ഞോ. കണ്ടസ്റ്റന്റ് ആയിട്ട് പുള്ളി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ഇത് അപ്ഡേറ്റ് പോലെ ഇങ്ങനെ വന്നു. അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ആള് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആണ്. അപ്പം ഞങ്ങള് അങ്ങനെ എന്താ പറയുന്നത്, ഒരുപാട് കാലമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കോണ്ടാക്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വന്നിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇതിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അല്ല നമ്മളത് അപ്പൊ ആക്ച്വലി അങ്ങനെയല്ല. അറിയുന്നതേ സോറി ഇന്ററപ്റ്റ് ചെയ്തതല്ലേ. പക്ഷെ ഞാനൊക്കെ ഇത് അറിയുന്നത് ഈ ഒരു കണ്ടസ്റ്റന്റ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നല്ല ഞാൻ അറിയുന്നത്. ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ കൂടെ പഠിച്ച പിള്ളേർ സ്റ്റേറ്റസ് ഇടുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. സോ ഞാൻ വേറെ ആൾക്കാരുടെ ഇതിൽ നിന്നാണ് കണ്ട് അറിയുന്നത്. സോ ആൾക്കാരെല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു, ഞങ്ങളെപ്പോലെ തന്നെ എന്താണ് ഭയങ്കര പ്രൗഡായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് ദിഗംബരനോട് പറഞ്ഞു. അപ്പോൾ ദിഗംബരൻ ഓൾറെഡി അറിഞ്ഞിരുന്നു ഈ കാര്യം. പറയൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഒരു നമ്മളെ കൂടെ പഠിച്ച ഒരാള് ഇങ്ങനെ ഒരു ഇത്രയധികം പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമില്, ഞാനടക്കമുള്ള ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുന്നേ, അവനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളി അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അവനൊരു ഒരു 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 പാത്ത് ചൂസ് ചെയ്ത് കൃത്യമായിട്ടുള്ള അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അവൻ അതിലെത്തിയത്. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ അത് വെറും ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് അങ്ങനെ പറയുന്നതില് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നിയില്ല. കാര്യം നമ്മളത് അവന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആകുമ്പം കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളും അത് ആഘോഷിക്കണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലാറ്റ്ഫോം ഇവിടെ തന്നെയാണ്, യൂട്യൂബിൽ തന്നെയാണ്. അപ്പം നമുക്കൊരു ചാനലൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്താണേലും ഒരു സ്റ്റാറ്റസിൽ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതിലും നല്ലത് അതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം മുഖവരൊന്നും ഇല്ലാതെ ആളാരാന്ന് നമുക്ക് പറയാല്ലേ. പിന്നെ പറയണ്ട്. പറയണ്ടേ. അതെ, അർജുൻ ശ്യാം ഗോപനാണ് ഞങ്ങൾ പറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നത്. അപ്പം അർജുൻ ഒരു വലിയ കൺഗ്രാചുലേഷൻസ് പറയുന്നു. ഇപ്പൊ ആള് ബിഗ് ബോസില് ഹൗസിന്റെ ക്യാപ്റ്റനാണ്. അതും നമ്മൾ മെൻഷൻ ചെയ്യാം. നമ്മൾ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അത് അറിഞ്ഞാല് ഇത് ഞങ്ങൾ ഇത് അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളല്ലേ. നമ്മളുടെ കൂടെ പഠിച്ച ഒരാൾ അത്യാവശ്യം റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ, അതും അത്യാവശ്യം നമ്മൾ ഒരു നോർമലി നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിച്ച ഒരു പാത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മോഡലിങ് അല്ലെങ്കിൽ സിനിമ എന്നൊക്കെയുള്ള ഫീൽഡിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ എഴുത്ത്
ഫോർ എക്സാമ്പിൾ എഴുത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡിലേക്ക് കയറുമ്പോഴത്തേനും ആൾക്കാർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് അത് നമ്മുടെ എക്സ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. പേരൻസിന്, ഫാമിലിക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പം നമ്മൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്താകും എന്നൊക്കെയുള്ള ഒരു ഭയത്തിൽ നിന്നാവാം. ബട്ട് സ്റ്റിൽ അതൊക്കെ വകവെക്കാതെ അർജുൻ മുന്നോട്ട് പോയിട്ട് അവൻ സക്സസ്ഫുൾ ആയി എന്നറിഞ്ഞപ്പോ അതെ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് കാണും. ഇത് ഇങ്ങനെ ഇറങ്ങുന്നത് അതൊന്നും ശരിയാകത്തില്ല, അല്ലെങ്കിൽ അത് പിന്നെ അത് നിങ്ങൾ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയുള്ളൂ, അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നൊക്കെ പറയാനൊരു 100 പേര് കാണും. അത് അവനും കേട്ടിട്ടുണ്ടാവും. അതെ അപ്പം അതെല്ലാം മറികടന്നുകൊണ്ട് അവനുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് അവനങ്ങനെ അതിൽ തന്നെ മുന്നോട്ട് പോയി ഇപ്പം ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങക്ക് ഈ സീസണിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ടും അർജുൻ തന്നെ ആയിരിക്കും. അർജുനാണ് ഇത്. ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് അർജുൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി കാരണം. ആൻഡ് നോട്ട് അതെ. ആക്ച്വലി ഐ ഡോണ്ട് ഒത്തിരി അലക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്തിലും. ബട്ട് സ്റ്റിൽ ഞാനത് ഒത്തിരി അങ്ങ് ഹേറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച അത്രയ്ക്കും എനിക്ക് അങ്ങോട്ട് വെറുപ്പ് തോന്നുന്നില്ല. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ ദിഗംബരനോട് പറഞ്ഞു, എന്നാൽ കഴിവെന്ന് തോന്നുന്നില്ല സാർ. പക്ഷെ എനിക്കറിയാമായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ മറ്റേ ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ കൂടെ കാണാൻ ഇരുന്നത്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോഴാണ് അത് അല മാത്രമല്ല അവിടെ നടക്കുന്നത്, വേറെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഗെയിം പ്ലേയും ആൾക്കാരുടെ ഒരു ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഇട്ടിട്ട്. കാര്യം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, റിയൽ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന അവരുടെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്. അവര് സ്ക്രിപ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലും, അതായത് അവരെ കൊണ്ട് ഒരു പർട്ടിക്കുലർ രീതിയിൽ എങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും എന്നുള്ള, അപ്പൊ അവരെ ഒരുക്കുന്ന ഫാക്ടേഴ്സ് അവിടെ സ്ക്രിപ്റ്റഡ് ആണ്. ബട്ട് അവര് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. അപ്പൊ അത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടിടുക, ഒരു വീട്ടില് ഫോണും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല, ഒരു എഴുത്ത് എഴുതാൻ വേറെ ഒരു എന്റർടൈൻമെന്റിനുള്ള ഒരു സാഹചര്യം ഇല്ല, ആൾക്കാരുമായിട്ട് ഇടപഴകുക മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത്. അതിലും നമ്മളെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല പല സിറ്റുവേഷൻസ്, അവിടെയുള്ള ലൈറ്റിങ് കാര്യങ്ങൾ എല്ലാം ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ അർജുനും ഉള്ളത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. അതെ 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 നിങ്ങളിപ്പോ ഒരു ഞാനൊരു എന്നാൽ മുടിയാതെ തമ്പി തീർന്ന് അവിടെ ആ അവസ്ഥയെന്ന് ഞാനൊന്ന് എൻജോയ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഭയങ്കര അലക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്തിലും. ബട്ട് രണ്ടുപേരും കൂടെ കൂടിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് ആക്ച്വലി നാട്ടിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ അമ്മച്ചിയൊക്കെ ഇത് കാണും. പക്ഷെ അമ്മച്ചി ഒറ്റയ്ക്കിരുന്നല്ല കാണുന്നത്. അമ്മച്ചി ഞങ്ങളുടെ ആൻറ്റിയും മക്കളും ഒക്കെ കൂടെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് കണ്ട് അവരൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്താണ് എൻജോയ് ചെയ്യുന്നത്. ഞാനത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകതയായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എവിടെ കണ്ടാലും. കാര്യം ഒരു സിനിമയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ബിഗ് ബോസ് അങ്ങനെയല്ല. ബിഗ് ബോസ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ അവനിപ്പൊ ഇങ്ങനെ ചെയ്യും കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ ഒരു സുഖമുണ്ട് അത്. അതെ 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 അപ്പൊ ഞാനത് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രവണത ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെ പോയാലും ഏത് ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് ഇരുന്നിട്ട് ടി വിയിൽ കാണുന്ന ആരെ നമ്മൾ നോക്കിയാലും ഞാൻ കണ്ടിട്ടുള്ള മിക്കവരും ഒരു ഗ്രൂപ്പ് കൂടിയിരുന്നാണ് കാണുന്നത്. ഐ മീൻ സ്ക്രീനിൽ കാണുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പിള്ളേരൊക്കെ സ്ക്രീനിൽ കാണുന്നവരായിരിക്കും. ബട്ട് സ്റ്റിൽ വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ദേ എൻജോയ് ഇറ്റ് ഭയങ്കരമായിട്ട്. കാരണം അവര് ചില സമയത്ത് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ അടിയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവര് തമ്മിൽ തന്നെ എന്താ പറയുക, ഒരു ബെറ്റിംഗ് അവസ്ഥകള്, അങ്ങനത്തെ വീടിന്റെ അകത്ത് തന്നെ ഒരു അവിടെ തന്നെ ഒരു ബിഗ് ബോസ് കുഞ്ഞു തന്നെയാണ്. ബിഗ് ഇപ്പൊ ബോസ് വീട്. ഏത് ലെവലിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫ്രണ്ടും കണ്ടോണ്ടിരിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഞങ്ങള് താമസിച്ചിരുന്ന ഒരു റെന്റഡ് ഹൗസിലാണ്. അവിടെയും വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് അത് തന്നെ ഒരു ബിഗ് ബോസ് ആയിട്ട് കണ്ടിട്ട് ഞങ്ങളുടെ ലാൻഡ് ലോഡ് ഒരു ചൈനക്കാരൻ പുള്ളി ആയിരുന്നു ഞങ്ങളുടെ ബിഗ് ബോസ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വീട് വെക്കേറ്റ് ചെയ്യുമ്പോ കണ്ട അവൻ എവിക്റ്റഡ് ആയി, ഇനിയിപ്പോ ഞങ്ങളാണ് ബാക്കിയുള്ളത്, എന്നിട്ട് ലാസ്റ്റ് കപ്പടിക്കും, നമ്മളായിരിക്കും കപ്പ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ വർഷത്തെ ഇത് അങ്ങനെയൊക്കെ ആ ലെവലിലൊക്കെ നമ്മള് ചിന്തിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ അതൊരു ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അർജുനെ കുറിച്ച് പറയുകയാണെങ്കിൽ
വളരെ എന്താ പറയുന്നേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല പുള്ളിയുടെ ഭാഗത്ത് നിന്ന്, അല്ലേ? ആക്ച്വലി നല്ലൊരു ഉണ്ടല്ലോ, പ്ലസന്റ് ആയിട്ടുള്ള. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് സത്യം പറഞ്ഞാല്. അതായത് ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ജസ്റ്റ് അക്വൈൻറ്റൻസ് അല്ല, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു. ഉള്ളൂ. പക്ഷെ അപ്പം അതില് തന്നെ നമുക്കുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾ അതിന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ആ പേഴ്സണൽ ലെവലിൽ അത്ര ഇങ്ങോട്ട് ഡീപ്പായിട്ട് നമുക്കറിയില്ല. ഞങ്ങൾ കണ്ടെടുത്തോളം, ഞങ്ങളുടെ അടുത്തുള്ള പെരുമാറ്റവും മറ്റു ഭയങ്കര കാര്യങ്ങളൊക്കെ ഹമ്പിൾ ആയിട്ടുള്ള വെച്ചിടത്തോളം. ഒരു ഹ്യൂമൻ ബീങ് ആണ്. അതെ അതെ, കാരണം നമ്മളോട് ഭയങ്കര ഡീസെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അത് മാത്രമല്ല, അന്ന് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ എൻ്റെ ഫോണിൽ, ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ചുമ്മാ എടുത്തിട്ട് അർജുൻ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അർജുൻ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അർജുൻ ജൂഡോ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അപ്പം ഞാനോർത്ത് അതെന്താണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഫോണിൽ അങ്ങനെയാണല്ലോ സേവ് ചെയ്തത്, എല്ലാവർക്കും ഓരോ നിക് നെയിംസ് ഉണ്ടാവും. അപ്പം എന്താണ് ഈ അർജുൻ ജൂഡോയുടെ പ്രത്യേകത എന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് എന്താണ് നാഷണൽ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്, എന്താ ബയോയിൽ ഇട്ടിട്ടുണ്ട്, അർജുൻ്റെ ബയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഓർക്കുന്നത്, അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുള്ളി അച്ചീവ്മെന്റ്സിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്, അത്രയും അച്ചീവർ ആയിരുന്നു പുള്ളി. എന്നിട്ട് പോലും നമ്മളോടത് പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ അങ്ങനത്തെ അഹങ്കാരമോ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വലിയ ആളാണ് അങ്ങനത്തെ ഒരാളെ അല്ല, നമ്മളോട് ഭയങ്കര പൊളൈറ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചാമ്പ്യൻ ആണോ അതോ അത് അതില് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണോ ഇതില്? അതെനിക്കറിയില്ല ഇതിനകത്തിൽ എങ്ങനെയാ ഇട്ടിരിക്കുന്നത്. ഇതിനകത്തിൽ നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇതിനകത്തിലാണ് ഞാൻ കണ്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, വാസ് എ പോപ്പുലർ മോഡൽ ഹു ബാഗ് ദ ടൈറ്റിൽ ഓഫ് മിസ്റ്റർ കേരള 2020. ഹി ഹാസ് വർക്ക് വിത്ത് മെനി നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. ദ ഫിറ്റ്നസ് ഫ്രീക്ക് ഇസ് ഓൾസോ എ നാഷണൽ അത്ലീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ചാമ്പ്യൻ ആയിരിക്കില്ല, അത്ലീറ്റ് ആയിരിക്കും, അറിയില്ല. ബട്ട് പക്ഷെ ഈ ജൂഡോയുടെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ അവനന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഇങ്ങനെ ഇതില് നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു അങ്ങനെ ഇത് പറഞ്ഞായിരുന്നു. ജൂഡോയുടെ ഇതിലുണ്ട്, മിസ്റ്റർ കേരള ഇതില് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പം അപ്പൊ അത്ര ഒരു അതാ ഞാൻ പറഞ്ഞേ, അത് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉള്ള ആളാണെന്ന് നമുക്ക് അല്ല, അങ്ങനത്തെ ഒരു തണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര വലിയ ആളാണ് അങ്ങനത്തെ ഒരു ആളല്ലായിരുന്നു. ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഓർത്തത്, ഈ ഈ ക്രൂര മനുഷ്യരുടെ ഇടയ്ക്ക് ഈ പാവം കൊച്ച് പാവത്തിനെ കൊണ്ട് ഇടുന്ന അല്ലേ? അല്ല, ഇതിന്റെ പ്രോമോ കണ്ടപ്പോ, ഇതിന്റെ പ്രോമോയുടെ താഴെ ഞങ്ങൾ ഇങ്ങനെ കമന്റ്സ് നോക്കി കഴിഞ്ഞപ്പോ അതില് ആള് സിഗ്മയാണ്, ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ജഡ്ജ് ചെയ്യുന്നു. ഞാൻ ഓർത്ത് ഈ പാവ ചെറുക്കനെ പറ്റിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ അനാവശ്യങ്ങളൊക്കെ പറയുന്നത്. സിഗ്മ ബീറ്റ അയ്യോ അതൊന്നും അല്ല, അതിന്റെ അങ്ങനെയൊന്നും താഴോട്ടൊക്കെ അല്ല കേട്ടോ. അല്ല, ഇത് മാത്രല്ല, താഴോട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാ പുള്ളി ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പോലെ ആയിരുന്നു ഇന്നോവേ പുള്ളി, അല്ലേ? ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് കേട്ടോ. പുതിയൊരു സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആ സെറ്റിങ്ങിലൊന്ന് മിങ്കിൾ ആവാൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഓക്വേർഡ് അല്ല പുള്ളി കുറച്ചുകൂടെ ഒരു മോഡലാണ്. അപ്പം ആൾക്കാരെ കാണുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഓക്വേർഡ്നെസ്, കയറി ചെന്നപ്പോൾ ഉള്ള ഒരു ഓക്വേർഡ്നെസ് കാരണമായിരിക്കണം ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തത്. ഈ കമന്റ് വരാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കേറി വന്നപ്പോഴത്തേക്ക് അവിടെ ഇവര് പെണ്ണുങ്ങൾ കുറച്ചുപേര് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് ഹായ് പറഞ്ഞപ്പം ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഹായ് പറഞ്ഞു, തിരിഞ്ഞു ഇവരിന്റെ പുറകിലാണ് നിന്നത് ഇവര്. അപ്പം ഇവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഹായ് പറഞ്ഞു. ബട്ട് സ്റ്റിൽ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അവരോട് സംസാരിക്കാൻ നിന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരെ അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ നോക്കുമ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട്, അതായത് ആണുങ്ങളുമായിട്ട് ഇന്ന് വർത്താനം പറയുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഓൾറെഡി അവന്റെ പ്രൊമോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, എന്താ ഞാനിങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അവൻ ആദ്യമേ എടുത്തു വെച്ചു. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് എന്താ പറയുന്നത്, എന്താ വേറെ രീതിയിലൊക്കെ ജഡ്ജ് ചെയ്ത് ചില കമന്റുകളൊക്കെ കണ്ടു. അപ്പൊ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് അതാണ്. അതായത് അവൻ ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ്, പെട്ടെന്നുള്ള ആ ഒരു ഇത്
ആ അതെ. അപ്പം അതിന്റെ ഒരു ഓക്വേർഡ്നെസ് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു പോയത്. അല്ലാണ്ട് അതൊരു അങ്ങനെ അവരെ പെണ്ണുങ്ങളെ അങ്ങോട്ട് തീരെ അവോയ്ഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിലൊന്നും ആ പ്രശ്നമൊന്നും നോർമലായി ഇല്ലല്ലോ, ഇല്ല തിരിച്ച് സംസാരിക്കുന്നതൊക്കെയാണ്. ബാക്കിയുള്ളവരുടെ ഒക്കെ കൂടെ തന്നെ മിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഓവർ പവറിംഗ് ആയിട്ട് കയറി കിടന്ന് അലക്കുന്നൊന്നും ഇല്ല. ബട്ട് പുള്ളി ആ ക്യാപ്റ്റനും അങ്ങനത്തെ ആണല്ലോ. അങ്ങനെ അല്ല. അല്ല 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 അല്ല. ആളങ്ങനെ അല്ല. അവനങ്ങനെ അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ടാണ് ഇപ്പം അത് എന്താണോ ഇപ്പം അത് പറയണം തോന്നി. പിന്നെ ഇപ്പം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിന്റെ ഒരു കൺഗ്രാജുലേഷൻസും കൊടുക്കാനുണ്ട്. ഭയങ്കര സന്തോഷം. ഇനിയിപ്പം ഇനി അപ്പം ഇനി നിങ്ങളുടെ വോട്ടുകളൊക്കെ പുള്ളിക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആ പറയണമെന്നുണ്ട്. പക്ഷെ എന്തായാലും അതെ അതെ അത് ഞങ്ങൾക്കോ വോട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ താമസിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും ബാൻഡാണെന്ന് അറിയില്ല. ഞാൻ ഖത്തറിലാണ്. അപ്പം ഇവിടെ ബാൻഡാണ് എന്താണേലും. ചക്രപാണി അണ്ണൻ എനിക്ക് എന്താണ് ദുബായിലാണ്. അപ്പൊ അദ്ദേഹത്തിനും ബാൻഡാണ്. അപ്പം UAE ഖത്തർ എന്താണ് ബാൻഡാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ബാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഇത് ആക്സസ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. എനിക്കിവിടെ TV ഉള്ളതുകൊണ്ട് TV-യിൽ ത്രൂ കാണാം. ബട്ട് അല്ലാതെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഡ് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെയാണ് ദിഗംബരന്റെയും അവസ്ഥ. ആ, Yes. അതെ, ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഈ തമിഴിലെ സീസൺ ഞാൻ കണ്ടെന്ന് പറയില്ല. അപ്പം ആരി ഒക്കെ ഉള്ള സീസണാണ് കണ്ടത്. അത് സീസൺ 3 ആണോ ഈ പറഞ്ഞ പോലെ നമ്പർ അതിന്റെ ഓർമ്മയില്ല. സീസൺ 3 ആണെന്ന് തോന്നുന്നു. അതിലും ഇപ്പൊ ഞങ്ങളുടെ ഒരു ഒരു കണ്ടസ്റ്റന്റിനെ ഇതുപോലെ വോട്ട് ചെയ്യണമെന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ നോക്കിയിട്ട് വോട്ടിങ് നടക്കത്തില്ല. പിന്നെ എന്തോ ഒരു നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലോട്ട് വിളിച്ചു. അപ്പൊ ഈ കോവിഡിന്റെ ടൈമാണ്. അപ്പൊ അതില് ഫോൺ എടുത്തോണ്ട് ഒരു പെണ്ണുമ്പിള്ള നമസ്കാരം നമസ്കാരം, കോവിഡ് പ്രമാണിച്ച് എല്ലാരും മാസ്ക് ധരിക്കണം എന്നുള്ള. അപ്പൊ ഇത് ഓരോ തവണ ഇങ്ങനെ ഞെക്കുമല്ലോ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഇന്നലെ ഇങ്ങനെ അപ്പൊ അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സീസണിൽ ആര് ജയിച്ചു. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവര് അങ്ങനെ ഒരു വോട്ടിംഗ് സിസ്റ്റം പുറത്ത് ഏർപ്പാടാക്കാത്തത് എന്നുള്ള കാര്യം. എനിവേസ്, അപ്പം എങ്ങനെയുണ്ട് ഇത് അർജുന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇതുവരെ ഉള്ളതില്? എനിക്ക് എന്ത് തോന്നി? അർജുൻ നമുക്ക് ഒരു വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കര ബയസ്ഡ് ആണ് ഇതിനകത്ത്. നമുക്കൊരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ട് ആ പുള്ളിയോട്. ശരി. അപ്പൊ ആ ഒരു ഉണ്ട് ഉണ്ട്. പേഴ്സണൽ ബയസ് വെച്ചിട്ടേ പറയണം. ബിഗ് ബോസ് കുറച്ചും കൂടി ക്യാമറ 7-ൽ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്യണം. എന്ത് കഷ്ടമുണ്ട്. നമ്മൾ വാവ്. അവനെ തപ്പി പിടിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾ അവന് വേണ്ടി പരതുകയാണ്. പക്ഷെ പുള്ളി, ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി പിന്നെ ഒത്തിരി സൈലന്റ് എന്നല്ല. പക്ഷെ അദ്ദേഹം ഇച്ചിരി ഇച്ചിരി സട്ടിൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്. അങ്ങനെ കിടന്ന് ഒരു ആൾക്കാരെ ഓവർ പവർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരാളെ ഒരാളുടെ എന്താണ് ഒരു ആർഗ്യുമെന്റിനകത്ത് ചുമ്മാ കയറി ഇടപെടുക, അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പം അറ്റൻഷൻ. പലരും പറഞ്ഞു. പലരും പലരും അപ്പിയറൻസ് വെച്ചിട്ട് പുള്ളി ഒരു കരിപ്പനാവാൻ സാധ്യതയുണ്ട്. ഓ ഇല്ല. പക്ഷെ അവൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതുവരെ ഭയങ്കര കാമായിട്ട് പോകുന്ന ഒരാള് പെട്ടെന്ന് അങ്ങനെ റിയാക്ട്, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ ഇങ്ങനെ കേട്ടു. പക്ഷെ അങ്ങനെ അറിയില്ല എനിക്ക്. അത് ആക്ച്വലി എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏഷ്യാനെറ്റിന്റെ എന്തെങ്കിലും ഒരു ഏഷ്യാനെറ്റായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ വോട്ടിംഗ് അവസ്ഥ എല്ലായിടത്തും അറ്റ്ലീസ്റ്റ് ഇത് എല്ലായിടത്തും നിങ്ങൾ സ്ട്രീം ചെയ്യുന്നതാണല്ലോ. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഹോട്ട്സ്റ്റാറിന്റെ ഇന്ത്യൻ കണ്ടന്റ് അവൈലബിൾ ആകുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സിൽ മാത്രം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതും എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലായിടത്തും അങ്ങനെ എനിക്കറിയില്ല. ഞാനുള്ളിടത്ത് എന്തായാലും നടക്കത്തില്ല. അവിടെ പറ്റുന്ന പരിപാടിയില്ല. ഇവിടത്തെ ഒരു ഇതിലോട്ടാ പോകുന്നേ. അപ്പൊ അത് കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉം. മിഡിൽ ഈസ്റ്റുകാർക്ക് ഇത് ബാൻഡാണ്. അപ്പോൾ ഞങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പോലും, ഞങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളൊന്ന് ഹാക്ക് ചെയ്ത് VPN വഴി കയറാന്ന് വിചാരിച്ചാൽ അവർ പറയും VPN ഓണോ ഓഫ് ചെയ്ത് ചേച്ചി എന്ന് പറയും. സെയിം. സെയിം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടത്തെ സൈറ്റ് ഉണ്ട്, നീ അങ്ങോട്ട് പോകുന്നോ എന്ന് ചോദിക്കും. പിന്നെ രണ്ട സെറ്റാന്ന് പറയുന്നില്ല, എന്താ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് അവൈലബിൾ അതെ. ആക്കണം. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വോട്ടിംഗ് സജ്ജീകരണം എല്ലാവർക്കും അവൈലബിൾ ആക്കുന്ന രീതിയിലൊന്ന് വെക്കുക. കാരണം നമുക്കൊന്ന് വോട്ട് ചെയ്യണമെങ്കിൽ അത് പറ്റത്തില്ല. അപ്പം
നമ്മളെ കേൾക്കുന്ന എന്താണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അർജുനന് വേണ്ടി വോട്ട് ചെയ്യുക. ഞങ്ങൾ വോട്ട് അല്ല യാചിക്കുന്നുണ്ട്. വെറുതെ ആ വെറുതെ ചെയ്യണമെന്നില്ല. അവന്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് അതെ നോക്കി അതെ നിങ്ങൾക്ക് അതെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായും. അങ്ങനെ ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത് അല്ലേ. ആ അതെ അവന് അതെ. ഇഷ്ടപ്പെടും, പിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല. Yes. അപ്പം ആള് ക്യാപ്റ്റനായിപ്പം ആ, ശ്രീരേഖയാണല്ലേ മറ്റേ ബോളൊക്കെ എടുത്ത് ആ ആണെന്ന് തോന്നുന്നു. അതെ അതെ. വിട്ടുകൊടുത്തത്. ഉം. അതെ അതെ അതെ. അപ്പൊ അത് സിജോ സിജോയും നമ്മുടെ റോക്കി ബായും കൂടെ അതായത് സിജോ റോക്കി ബായുടെ ബൗളിലേക്ക് ബോളുകൾ ഇട്ടു. അത് നേരെ തിരിച്ചായിരുന്നു. എന്താണെങ്കിലും ബോളുകൾ ഇട്ടതിന്റെ ഇതിനെ ചോദ്യം ചെയ്ത ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ശ്രീരേഖ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി അവര് അർജുന്റെ ബൗളിലുള്ളതും കൗണ്ട് ചെയ്തു, പുള്ളിക്കാരുടേതും കൗണ്ട് ചെയ്തു. എന്നിട്ട് ഈ പുള്ളിക്കാരി അർജുന്റെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയ്യൻ ക്യാപ്റ്റനായി. പക്ഷെ അപ്പം അവിടെ പുള്ളിക്കാരി ഇട്ട് കൊടുത്തത് കൊണ്ട് അവൻ ഇങ്ങനെ ക്യാപ്റ്റനായി എന്നുള്ള രീതിയിലൊരു ആംഗിളിൽ നിന്ന് വന്നു. പുള്ളിക്കാരി പക്ഷെ അവിടെ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ചെയ്തത്. എന്തായാലും ഞാനൊന്നും ക്യാപ്റ്റൻ ആവാൻ പോകുന്നില്ല. കാര്യം എന്റെ കുറവായിരുന്നു എന്ന് എനിക്ക് കുറവായിരുന്നു. തോന്നുന്നു. എന്ന് വെച്ചാൽ അർജുൻ ഒത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 26 അത്ര കണ്ട് ഉണ്ടായിരുന്നു അർജുൻ എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയാണ് എന്റെ ഓർമ്മ വ്യക്തമല്ല. പക്ഷെ പുള്ളിക്കാരി അത്ര ഉണ്ടായിരുന്നു. എന്തോ 16ഓ 18ഓ അങ്ങനെ എന്തോ കൗണ്ട് ചെയ്തു. എന്നിട്ടാണ് പുള്ളിക്കാരി അപ്പൊ നേരെ അതിലോട്ട് ഇട്ട് കൊടുത്തത്. കാര്യം എന്തായാലും അപ്പൊ അതിലൂടെ അവൻ ക്യാപ്റ്റൻ ആവുക മാത്രമല്ല തനിക്കൊരു ആലയിനെയും കൂടെ കിട്ടുകയാണ്. പിന്നല്ല. നമുക്കൊരു ആ അല്ല അതിന്റെ ഫലം പുള്ളിക്കാരി പുള്ളിക്കാരി കിട്ടുകയും ചെയ്തു. ചെയ്തു. ആ പവർ ഹൗസിൽ കയറാൻ പറ്റി. പവർ റൂമില്. പവർ റൂമില്. ആ പവർ പവർ റൂമിലേക്ക് കയറാനായിട്ട് ഉള്ള ഇതും കിട്ടി. കാര്യം അവന് ഇനിയിപ്പം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പം ഇതിട്ട് തന്നുകൊണ്ട് ഒരു അവിടെ ഒരു കടപ്പാട് വരുന്നുണ്ടല്ലോ. തീർച്ചയായും അപ്പൊ തീർച്ചയായും. അങ്ങനെ നൈസായിട്ട് പുള്ളിക്കാരി അതിൽ കയറുകയും പക്ഷെ ചെയ്തു. എനിക്ക് പുള്ളിക്കാരിയുടെ പക്ഷെ പ്ലേ കയറിയത് ഇഷ്ടപ്പെട്ടു കൊണ്ട് കേട്ടോ. എനിക്ക് ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി കൊള്ളാം. പുള്ളി കുറച്ച് സ്ട്രാറ്റജിക് ആണ്. പുള്ളിക്കാരിയുടെ ചില മൂവ്സ് ഒക്കെ കൊള്ളാം. അതെ അതെ. ഇപ്പം കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻസിബ ഉണ്ട്. നമ്മുടെ പിന്നെ ദൃശ്യത്തിലെ നമ്മുടെ എന്താണ് മോഹൻലാലിന്റെ ആ മൂത്ത മോൾ, അതാണ് അൻസിബ എന്ന് പറയുന്നത്. അതെ അതെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് തന്നെ. പക്ഷെ അതെ. വന്നത് ഇതിലായിരുന്നു വന്നോ എന്ന്. ഒരു എപ്പിസോഡിൽ നോക്കുമ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഇരുന്നിട്ട് ഉറങ്ങുന്നു. ഉറങ്ങുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു വരുന്നത്. എന്നെ കൊണ്ടെന്തും വയ്യ എനിക്ക് എന്തുവാണോ എന്തോ അറിയില്ല. അത് എനിക്ക് തോന്നി ചിലപ്പോ ബിഗ് ബോസിന് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ താരത്തിനെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരി ഇങ്ങോട്ട് കുറച്ചുകൂടി ഒരു ഇതാവാനുണ്ട്. ഇങ്ങോട്ട് വരണം, കേറി വരണം. ഇത് ഇങ്ങനെ അതെ അതെ. ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാല് ആൾക്കാർ പിടിച്ച് ചവിട്ടി പുറത്താക്കും. ദൃശ്യത്തിലെ മോളാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാലേട്ടൻ വരെ ചവിട്ടി പുറത്താക്കിയിരിക്കും. അല്ല ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇപ്പം ലാലേട്ടനും മമ്മൂക്കയും അടക്കം ബിഗ് ബോസിൽ കയറി വന്നാലും അവര് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലെങ്കിൽ ആൾക്കാർ ചവിട്ടി പുറത്താക്കും. അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത. പിന്നുള്ളത് നമ്മുടെ പിന്നെ ഉള്ളത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബോഡി ജിൻഡോ. ബിൽഡർ ആണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ടൊവിനോനെയൊക്കെ ഇവിടെ ഷെയ്ൻ നിഗത്തിനൊക്കെ എന്താണ് ഷൈനികം ഉം, ഹനാനെയൊക്കെ ട്രെയിൻ ചെയ്യും. ഞാൻ ഈ ഹനാന്റെ ഇതായിട്ട് റിലേറ്റ് ചെയ്താണ് പുള്ളിനെ കണ്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഹനാൻ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതി ആക്സിഡന്റിന് ശേഷം ട്രെയിനിങ് ചെയ്യുന്നു അങ്ങനെ എന്താ പറയുക. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പം ജിൻഡോണ്ണൻ ഉണ്ടല്ലോ. ജിൻഡോണ്ണൻ ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് 6 നോമിനേഷനിൽ 6 വോട്ട് ചെയ്ത് കഴിയുമ്പോ പെട്ടെന്നാണ് ചായ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ. ചെയ്യുന്നത്. അതാണ് ചായ ഇഷ്ടപ്പെട്ടില്ല. അണ്ണൻ ഫുള്ള് ചായയുടെ പരിപാടി കേട്ടോ. ചായ ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചായക്കപ്പ് ഇവിടെ ടേബിളിൽ എടുത്ത് വെച്ചു. ടേബിളായിരുന്നു. ചായ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഇത് ഞാൻ നല്ല ചായയെ കുടിക്കാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്താ വാട്ടച്ചായകള് കുടിക്കും. ഇയാളെന്ത് പറയുന്നു. ഞാൻ നല്ല ചായയെ കുടിക്കാറുള്ളൂ. ഇവിടെ നിന്നുള്ള ചായ അല്ല അതിൽ ഒട്ടും ലോജിക്ക് അത് പുള്ളി അങ്ങ് ആലോചിച്ചില്ലെന്നുള്ളതാണ്. അതായത് ഇത്രയും പേരുണ്ടല്ലോ ഇവരുണ്ടാക്കുന്നതും ഇവരാരും കുക്കും ഷെഫും ഒന്നും അല്ല. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് എനിക്ക് ഇന്ന രീതിയിൽ ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെ കിട്ടുക എന്നുള്ളത് സംശയമാണ്. കാര്യം ഇവര് ഇതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കളിച്ച് ഓരോ ടാസ്കിലൊക്കെ കളിച്ച് ഓരോ ആക്ടിവിറ്റി ചെയ്ത് പോയിന്റ്സ് എടുത്തിട്ട് ആ പോയിന്റ് കൊണ്ടാണ് ഇവര് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതും സാധനങ്ങൾ വാങ്ങിക്കുന്നത് നീ ഇനി കാണാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ഈ പ്ലാസ്മ ടിവിയുടെ മുമ്പ് ഇരുന്നിട്ട് അതിങ്ങനെ ഷററാന്ന് ഇങ്ങനെ വരും. ഓ
ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പോയിന്റ് അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് വേണ്ടത് ഇങ്ങനെ ഇവര് അന്നേരം തന്നെ വിളിച്ചു പറയുക ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നത് വാങ്ങിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചിലപ്പോൾ സമയം അതിനുള്ളിൽ തീരുകയും ചെയ്യും. എന്നിട്ട് പിന്നെ പോയാണ് സാധനം എടുക്കുന്നത്. അതൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് അപ്പം ഈ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതെല്ലാം എനിക്ക് ദിഗംബരൻ അണ്ണനാണ് പറഞ്ഞു തരുന്നത്. സ്ട്രാറ്റജി അറിഞ്ഞൂടാ. അതിൻ്റെ അകത്തില് ഒരു എന്താ പറയുന്ന പൊതുവേ ഉള്ള ആ ഒരു ലേ ഔട്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അതെല്ലാം എന്റെ ഗുരുവാണ്, ബിഗ് ബോസ് ഗുരുവാണ് മിസ്റ്റർ ദിഗംബരൻ. ബിഗ് ബോസ് ഗുരു എന്നൊക്കെ പറയുമെങ്കിൽ ഞാൻ ബിഗ് ബോസ് സീസൺ കണ്ടിട്ട് ഇപ്പൊ ഒരു 2 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും മര്യാദക്ക് പ്രോപ്പർ ആയിട്ടുള്ളത് കണ്ടിട്ട്. അതെന്താ തമിഴിലെ ഈ ഒറ്റയ്ക്കിരുന്ന് കാണാനായിട്ടുള്ള ഒരു സുഖമില്ല, അതാണ് പ്രശ്നം. ഇപ്പം അപ്പൊ അതാണ് ജിൻഡോ അണ്ണന്റെ കളികൾ. പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ, മറ്റേ അന്നേരം അങ്ങനെ റിയാക്ട് ചെയ്തതിന് റീസൺ ആയിട്ട് പുള്ളി പറഞ്ഞത് അമ്മ ഇതുപോലെ ടിവിയിലൂടെ കാണുന്നുണ്ട്, അപ്പൊ ലെൻസിന് പ്രോബ്ലം ഉണ്ട്. സാഡ് സ്റ്റോറി പറഞ്ഞ സമയത്ത്. അതെ അതെ. പക്ഷെ ആ സാഡ് സ്റ്റോറി ആയിട്ട് ബിഗ് ബോസ് വന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യം ഇവിടെ ജിൻഡോയുടെ അമ്മയ്ക്ക് വിഷമാവെന്നും പറഞ്ഞ ആരും കപ്പൊന്നും കൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല. അവരും എല്ലാം അതുപോലെ ഓരോ സാഡ് സ്റ്റോറി ആയിട്ട് വന്നവരാണല്ലോ. എന്താണെങ്കിലും അതൊരു അത്ര സുഖകരമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. മെയിൻ അല്ല കാര്യം അല്ല. ഇതാണ്, പുള്ളി പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് 6 വോട്ടൊക്കെ വരാൻ മാത്രം. ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ല, അതുകൊണ്ട്. പുള്ളി ഇത്ര പെട്ടെന്ന് ഇത്രയും വെറുപ്പ് സമ്പാദിപ്പിക്കാൻ മാത്രം പുള്ളി ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു തിങ്കിങ്ങിൽ നിന്നാണ് അത് വന്നത്. അങ്ങനെ. പിന്നെ നമ്മുടെ യമുന റാണി എന്നല്ല കേട്ടോ, യമുന എന്നാ പേര്. യമുന റാണി മറ്റേ നക്ഷത്രത്തിളക്കം ശ്രീകൃഷ്ണപുരത്തെ അതെ നക്ഷത്രത്തിളക്കത്തിന്റെ അതെ. പക്ഷെ ആരോ യമുന റാണി എന്ന് പറയുന്നത് കേട്ടു. അത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറയുമ്പോഴേ യമുന റാണി എന്നാ പറഞ്ഞത്. യമുന എന്നാണ് പറഞ്ഞത്. പക്ഷെ യമുന പുള്ളിക്കാരി റാണി എന്നാണ് സിനിമയിലൊക്കെ. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിലെ പേര്. ഓ അതെ അതെ, ഞാനിപ്പോ അപ്പൊ യമുന നോക്കി. റാണി തന്നെയാണ്. അതെ അതെ. അല്ല, പേരതാണെന്ന് എനിക്കറിയില്ല, ഹാൻഡിൽ അതാണ്. യമുന റാണി ആക്ട്രസ് എന്നാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം ആ ഒരു പേര്, പുള്ളിക്കാരിയുടെ പേര്. യമുനയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു ശക്തമായ ഒരു അമ്മ. അമ്മപ്പാസം അതെ എടുക്കാനായിട്ട് അതെ അതെ. സാധ്യതകളുള്ള ഒരാളായിട്ടാണ്. കാര്യം ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തില് ഇങ്ങനെ ഈ അമ്മപ്പാസം എടുക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിന് ഞാൻ കണ്ട ബിഗ് ബോസുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ തമിഴില് സീസൺ 3 ആരി വിന്നറായ ആ സീസണില് അർച്ചന എന്ന് പറഞ്ഞ ഒരു ആങ്കർ വന്നു. പുള്ളിക്കാരി വരുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് വന്നത്. പ്രായമുള്ള വന്നു കണ്ടസ്റ്റന്റ് ആണ്. കഴിഞ്ഞിട്ട് അത്ര പ്രായമൊന്നും ഇല്ല. മേ ബി ഈ പറഞ്ഞ യമുനയുടെ ഒക്കെ പ്രായം കാണുമായിരിക്കും. ഒരു മോളുണ്ട് പുള്ളിക്കാരിക്ക്. ഇപ്പൊ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു മോളുണ്ട്. പക്ഷെ എത്ര ഒരു മേ ബി 40s അത്രയൊക്കെ കാണത്തുള്ളായിരിക്കും. പുള്ളിക്കാരി വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ആ വീടിന്റെ മുഴുവൻ അമ്മയായി മാറി. ഇവരെല്ലാം ഈ കണ്ടസ്റ്റൻസിനെ എല്ലാരെയും പിന്നെ പുള്ളിക്കാരിയുടെ കൺട്രോളിലായി ഫുള്ള്. ഇവരെല്ലാം പിന്നെ പുള്ളിക്കാരി അങ്ങോട്ട് ഈ പാസത്തിന്റെ ഇതിൽ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ചിലരെ ഒഴിച്ചാല് 2-3 പേരെ ഒഴിച്ചാല് അങ്ങോട്ട് കൺട്രോൾ ഏറ്റെടുത്ത്. കാര്യം ഫുഡ് വെച്ച് കൊടുക്കുന്ന പുള്ളിക്കാരിയാണ്. അപ്പൊ ഫുഡ് എപ്പോഴും ബിഗ് ബോസിൽ ഒരു സെന്റിമെന്റ്സ് ആണ്. കാര്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നവരോട് നമുക്ക് അങ്ങനെ എതിർത്ത് നിൽക്കാനായിട്ട് ഒരു തോന്നല് വരത്തില്ല. ചോറിന് നന്ദി കാണിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ മൊത്തത്തിൽ അമ്മയായിട്ട് അങ്ങ് മാറി പുള്ളിക്കാരി അവരുടെ ഗെയിം അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവരെ അങ്ങോട്ട് അവരങ്ങ് തളർന്നങ്ങ് ഇല്ലാണ്ടായി പോയി. അപ്പൊ ആ ലെവലിൽ അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്ത് പോയി. പക്ഷെ പുള്ളിക്കാരി പിന്നെ വിന്നറൊന്നും ആയില്ല. അത് വേറെ ആൾക്കാര് കൊണ്ടുപോയി. കാര്യം അങ്ങനെ അതിലൊന്നും പെടാത്ത ചിലരുണ്ടായിരുന്നു. അപ്പൊ അതില് ആ സീസണിൽ വില്ലനായിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു നെഗറ്റീവ് ഇതിൽ പോയിക്കൊണ്ടിരുന്ന ബാലാജി എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ബാലാജിയാണ് റണ്ണറപ്പ് ആയത്. ആരി ടൈറ്റിൽ വിന്നറായി. അപ്പം ബാലാജിയുടെ അടുത്ത് ഈ പുള്ളിക്കാരി അമ്മപ്പാസം കൊണ്ട് ചെന്നു. ബാലാജിയുടെ അച്ഛനും അമ്മയായിട്ട് ബാലാജിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം അത്ര സുഖകരമായിട്ടുള്ളതല്ല. അപ്പം അങ്ങനെയുള്ളപ്പം ബാലാജിയുടെ അടുത്ത് നിന്നിട്ട് നീ എനിക്ക് പുള്ളയാ വേണ്ടുണ്ടാ എന്നൊക്കെ പെട്ടെന്ന് നിങ്ങളിപ്പോ ഇങ്ങോട്ട് പുള്ളയൊന്നും ആവാൻ പോയില്ല. അവൻ മിടുക്കനായോണ്ട് അവനാ പുള്ളയൊന്നും ആയില്ല. നിങ്ങളിപ്പോ അങ്ങോട്ട് വന്നു കയറിയില്ലോ, വളരെ അങ്ങോട്ട് പുള്ളയൊക്കെ ആക്കിയത്. അപ്പൊ ഈ യമുനറാണിയില് ഞാൻ ഒരു ശക്തമായ ഒരു അമ്മ സാന്നിധ്യം കാണുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി ഇപ്പൊ ഇന്ന് കണ്ട എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു അതായത് എല്ലാരുമായിട്ട് അടിയിടുന്ന സമയത്ത് അങ്ങോട്ട് കയറി ഇടപെട്ടിട്ട് നമ്മൾ ഈ അമ്മമാരൊക്കെ നമ്മളെ ബോസ് ചെയ്യത്തില്ല, മിണ്ടാതിരുന്നോട്ടെ എല്ലാം എണ്ണം അങ്ങോട്ട് തട്ടിയിട്ടു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ബ്രേക്കും അങ്ങനെ ഒരു അമ്മ ബിഗ് ബോസിന്റെ അമ്മയായി മാറാനായിട്ട് സാധ്യതകൾ ഞാൻ കാണുന്നു.
പിന്നെ യെസ്. അടുത്തത് ഋഷി ഋഷി. കുമാർ എന്ന് പറയുന്ന നമ്മുടെ മുടിയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. മറ്റേ ആ നമ്മുടെ എന്താണ് ആ സാധനത്തിന്റെ പേരെന്താണ്? ഉപ്പുമുളക് ആണോ അതോ ഉപ്പുമുളക് ആ ഉപ്പുമുളക് അതോ തട്ടിമുട്ടിയാണോ? അത് രണ്ടും ഒരുപോലത്തെ സാധനം ആയതുകൊണ്ട് എനിക്ക് ഡൗട്ടാണ്. തട്ടിമുട്ടിയല്ല, ഉപ്പുമുളക്. ആ ആണോ? ഉപ്പുമുളകിലാ മുടിയുന്നത്. അപ്പൊ ഞാൻ ഉപ്പുമുളകിലെ കണ്ടിട്ടില്ല കേട്ടോ. മുടിയൻ. ആ ഞാനൊരു ഉപ്പുമുളകും ഫാനല്ല. ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അറിയാം, ആളെ അറിയാം ആ ഉപ്പുമുളകിന്റെ ആൾക്കാരെയൊക്കെ എനിക്കും അറിയാം. നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ പിള്ളേരും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റിങ്. ആ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്. ആ അപ്പം അവര് ഉപ്പുമുളകും ലൈറ്റ് തുടങ്ങിയപ്പം പുള്ളിയുടെ ക്യാരക്ടറിനെ അവര് ഗൾഫിൽ പോയെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അവര് ആ ക്യാരക്ടറിനെ അങ്ങ് റിമൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഓ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഓൾറെഡി പുള്ളി പുറത്ത് ഒരു ബാറ്റിലൊക്കെ ചെയ്തിട്ടാണ് അകത്ത് വന്നിരിക്കുന്നത്. ആഹാ. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ബിഗ് ബോസിന്റെ അകത്ത് കുറച്ചുകൂടെ ഇതായിട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് അവിടെ അടിയുണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ആ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവങ്ങ് ചുമ്മാ ഞാൻ ഇരുന്ന് ഓർത്ത് കരയുന്നു. എന്തിനാ ഇവ പുള്ളി അടിയുണ്ടാക്കിയത് അവനുമായിട്ടല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോയി. എന്താണെങ്കിലും അയ്യോ. പക്ഷെ പുള്ളി അങ്ങനെ ഇരുന്ന് അത് അങ്ങനെ ഇരുന്ന് കരഞ്ഞങ്ങ് ഇതായില്ല, പെട്ടെന്ന് തന്നെ റിക്കവർ അതെ, ആയി, റിക്കവർ പെട്ടെന്ന് ആയിട്ടുണ്ട്. തന്നെ വീണ്ടും വന്ന് വേറെ അടി ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പുള്ളി നല്ലോണം ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മുന്നോട്ട് അല്ലേ പോകുമ്പോൾ. പൊതുവെ ഈ കരച്ചില് അടി പിന്നെ പോട്ടെ, അത് നമുക്കറിയാം. ബിഗ് ബോസ് ഈക്വൽ ടു അടി എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ബിഗ് ബോസിൽ കരച്ചിൽ എന്ന് പറയുന്നതും അടി പോലെ തന്നെ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ തന്നെ എത്ര പേര് കരയുന്നത് ഞാൻ അത് കണ്ടു. അല്ല, അത് നീ കാണാൻ കിടക്കുന്നേ ഉള്ളു. കാര്യം ബിഗ് ബോസിന്റെ അകത്ത് ഇനിയിപ്പം അവരുടെ സ്വന്തം കഥയും സ്വതക്കഥയൊക്കെ പറയാനായിട്ടുള്ള ഒരു കഥയുടെ കഥനക്കഥയുടെ ഒരു സെഗ്മെന്റ് വരുന്നുണ്ട്. അത് വരുമ്പത്തേക്കും ഉണ്ടല്ലോ, അത് വരുമ്പോ നീ കണ്ടോണം, വികാര പ്രകടനങ്ങളുടെ ഒരു വിസ്ഫോടനായിരിക്കും. തിരതള്ളിക്കയറ്റം. ആ അത് കാണുന്നവര് കരയും, ചിലപ്പോ നമ്മളും കരഞ്ഞിരിക്കും അവരുടെ കഥകളൊക്കെ പറയുമ്പോൾ. ഓക്കെ. പക്ഷെ ചില ഇതിന്റെ അതൊക്കെ ചിലർക്ക് അങ്ങനെ പറയാനും മാത്രം അങ്ങനെ വലിയ കരച്ചിലെ കഥയൊന്നും കാണത്തില്ല. പക്ഷെ അത് കേൾക്കുമ്പോ നമ്മൾ ഓർക്കും, ഈ കഥക്കാണ് എത്ര വലിയ കരച്ചിലൊക്കെ. എന്നാലും ചിലര് അങ്ങനെ ചിലരുണ്ടല്ലോ. പക്ഷെ ചിലര് നേരെ തിരിച്ച്, അവർക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ട്രോമ ഉണ്ടായിരിക്കും. പക്ഷെ അവര് അതെന്തോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര ഒരു ഈസി ആയിട്ട് അവര് പറഞ്ഞു തരും. കാര്യം അവർക്ക് അങ്ങനെ കരയാനായിട്ട് അവർക്ക് അങ്ങനെ അറിയത്തില്ല എന്നുള്ള ഓക്കെ. ഒരു ഇത്. ആ അങ്ങനെ അതായത് അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അവർക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെയുള്ള കഥകളും ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ അങ്ങ് നീണ്ടു നീണ്ടു പോവാറുണ്ട്. ഒരു തമിഴിലെ ഒരു സീസണിൽ ഇതുപോലെ പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ട് അങ്ങ് അവരെല്ലാം അവിടെ ഇരുന്നിട്ട് ചിരിക്കുക, അവിടെ ഇരിക്കുക, ഉറങ്ങുകയൊക്കെ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വലിയ കണ്ടറിയാം ഇനി അവരുടെ കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും. അടുത്തത് നമ്മുടെ ശ്രീരേഖ. ശ്രീരേഖ. ശ്രീരേഖ, അതെ അതെ അതെ. അത് അപ്പം നമ്മൾ നേരത്തെ പുള്ളിക്കാരി പറഞ്ഞായിരുന്നല്ലോ പുള്ളിക്കാരിയെ കുറിച്ച്. സൈക്കാട്രിസ്റ്റ് ആണ് പുള്ളിക്കാരി. പക്ഷെ സൈക്കാട്രിസ്റ്റ് ആണോ പുള്ളിക്കാരിയുടെ ഒരു സൈക്കോളജിസ്റ്റ് ആണോ? രണ്ടും എന്താണ്ട് ഒരു സാധനമാണ്. സൈക്കോളജിസ്റ്റ് എന്നോ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്നോ എന്തോ ഇപ്പൊ പറഞ്ഞായിരുന്നു. പറഞ്ഞപ്പോ എനിക്കും ആ, കൺഫ്യൂഷൻ ആയി. എന്താ രണ്ടിലേതോ ഏതൊരെണ്ണാണ് എന്താണ് അത്? അത്. പുള്ളിക്കാരി ആക്ട്രസും കൂടെയാണ് അല്ലെ, വെയിലിന്റെ അകത്ത് അഭിനയിച്ചതിനാണ് ഓക്കെ, സ്റ്റേറ്റ് അവാർഡ് കേരള കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ഓർത്ത് എവിടെയും കണ്ടിട്ടുണ്ടല്ലോ, കാഴ്ച സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല അതായത് ലാലേട്ടനുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിലും നല്ല ഒരു ഡീസന്റ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരി. അതെ. നമ്മുടെ ആള് അതില് ഒന്ന് പതറിപ്പോയി, ലാലേട്ടനെ പെട്ടെന്ന് അടുത്ത് കണ്ടപ്പോ. കണ്ടപ്പോഴത്തേനും അതെ അതെ അതെ. അത് നമ്മളാണെങ്കിലും അത് ഞാനാണെങ്കിലും അങ്ങനെയല്ലേ. കാരണം എനിക്കിത്ര അവന്റെ അപ്പൊ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അത്. പറ്റും. അതെ, ഞാനാണെങ്കിലും അവിടെ മിണ്ടാതെ അവനെന്തേലും സൗണ്ട് പുറത്തോട്ട് വന്നു. എനിക്കൊക്കെയാണ് സൗണ്ട് പോലും പുറത്തോട്ട് കാര്യം എന്താ പറയുക, നമ്മൾ ഇത്രയും നാള് ടിവിയിലും ആരാധിച്ചോണ്ട്. അതെ. തിയേറ്ററിലും ഒക്കെ കണ്ട ഒരു മനുഷ്യനെ ഇത്ര അടുത്ത് നിൽക്കുമ്പോഴേ, അതും പുള്ളിനെ ഒന്ന് തൊടാനും ഒക്കെ ഉള്ള ഒരു അവസരം വരുമ്പോഴത്തേക്കും അതെ അതെ. ഇച്ചിരി പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോകും. പിന്നെ അമ്മയുടെ ആ വോയിസും അതൊക്കെ ഒരു ടച്ചിങ് ആയിരുന്നു അതെ അതെ പുള്ളിയായിട്ട്. അതെ. അപ്പൊ ശ്രീരേഖ പക്ഷേ ഈ കാര്യത്തില് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ്, അതെ. നല്ല നല്ല രീതിയിലാണ് പോയത്. എനിക്ക് പിന്നെ തോന്നുന്നു ആ പുള്ളിക്കാരി സ്ട്രാറ്റജിയുടെ കാര്യം ആയിരുന്നു എല്ലാവരുടെയും എന്താണ് കുറച്ചുകൂടെ കമ്പോസ്ഡ് കുറച്ചുകൂടെ ആയിരുന്നു. അത് ഭയങ്കര ഡീസന്റ് ആയിട്ട്. ബാക്കി എല്ലാരും ഭയങ്കര ടച്ചി ഒക്കെ ആയിരുന്നു. മോഹൻലാലിനെ കെട്ടിപ്പിടിക്കാനും കാല പിന്നെ തൊഴുതാനും ഒക്കെ കുറെ പേർക്ക്. ലാലേട്ടൻ ചിലരുടെ അടുത്തുനിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കണ്ട വന്നു പുള്ളിക്ക്.
ചിലതൊക്കെ അപ്രതീക്ഷിതമായി കാലയിലേക്ക് വീണപ്പോ പുള്ളി ഒന്ന് ഒന്ന് പതറിപ്പോയി. പക്ഷെ പതറിപ്പോയി. അതെ അതെ അതെ. പക്ഷെ പുള്ളിക്കാരി നല്ല കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീരേഖ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് അവിടെ അതായത് ഞങ്ങൾ പറയുന്ന 4-ാമത്തെ എപ്പിസോഡിന്റെ കാര്യം കേട്ടോ. അപ്പം അതില് പുള്ളിക്കാരി വന്ന് അവിടെ അവരുടെ മീറ്റിങ്ങിനിടെ സംസാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ആ അങ്ങ് വിഷമായി പെട്ടെന്ന്. എന്നിട്ട് പക്ഷെ അപ്പൊ ബാത്റൂമിൽ പോയി ഇവളൊരു കാര്യം നോട്ട് നിക്കുന്നുണ്ടായിരുന്നു. ചെയ്തു. ഉം. നീ ആൻസൈറ്റിയുടെ കാര്യം നോട്ട് ചെയ്തു. അത് ഞാൻ അതെ. അങ്ങ് ശ്രദ്ധിച്ചില്ല കേട്ടോ. എനിക്കത് കണ്ടപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അതായത് പുള്ളിക്കാരി ഇങ്ങനെ കയ്യേല് നമ്മൾ നോർമലി ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവര് കയ്യില് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ കാണും. നമ്മുടെ നോർമലി ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ, എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇതുണ്ട്. അപ്പോൾ ആ ആള് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കൈയുടെ ഈ തമ്പിനും ചൂണ്ടുവിരലിനും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനിൽ ഇങ്ങനെ തിരുമ്മി അവിടെ ബ്ലിസ്റ്റർ വന്ന് അവിടെ ഓട്ടയാവുന്നിടം വരെ അദ്ദേഹം ഇങ്ങനെ തിരുമും. അപ്പം ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി, അതുപോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. മേ ബി അതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ബട്ട് ബിഗ് ബോസ് കറക്റ്റ് എടുത്ത് കാണിക്കുകയും ചെയ്തു ആ അവര് ആ അതെ ഒരു അതെ, എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പെട്ടെന്ന് ആ വാഷ്റൂമിലോട്ട് കയറി പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നെ അതുണ്ടോ നമുക്കറിയില്ല, ബട്ട് അങ്ങനെ ഉള്ള ആളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഇതെത്താണ് പുള്ളിക്കാരി പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. കണ്ണാടിയുടെ മുന്നിൽ പോയി ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇതായിട്ട് നിന്നു. പക്ഷെ അപ്പൊ യമുന റാണിയുടെ അഭിഷജ്വലമായിട്ടുള്ള ഡയലോഗുകൾ അമ്മപ്പാസം. കേട്ടപ്പോ അതെ അതെ. അവിടെ ഒരു രോമാഞ്ചം കൊള്ളുമായിരുന്നു. ഞാൻ അത് കൊള്ളാണ്ട്. ഞങ്ങൾ ഇവിടെ രോമാഞ്ചം കൊള്ളുന്നത് പുള്ളിക്കാരി അവിടെ, അതായത് നമ്മുടെ ശ്രീരേഖ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് യമുന റാണി പറയുന്ന കണ്ട് രോമാഞ്ചം കൊള്ളുന്നു. അത് കൊള്ളായിരുന്നു. നല്ലൊരു യെസ് എന്നൊക്കെ ഇങ്ങനെ ഫൈനലി സംബഡി സെഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒരു കൊള്ളായിരുന്നു. അടുത്തത് അപ്സര ടി വി സീരിയലുകളിലൂടെയൊക്കെ ഉള്ള ആളാണ്. എനിക്ക് സാന്ത്വനം. പുള്ളിക്കാരിയെ പക്ഷെ ഇവര് കോമഡി ആക്ട്രസ് ആയിട്ടാണ് എനിക്കറിയാവുന്നത്. പക്ഷെ ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഉള്ള ഒരു മ്യൂസിക്കൽ ക്വിസ് സാധനം പോലത്തെ എന്തായിരുന്നു, സ്റ്റാർട്ട് മ്യൂസിക് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്തിൽ ഞാൻ കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അതിനകത്തിൽ പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആക്റ്റീവാണ്. പാട്ടിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉണ്ട്. അതുപോലെ പുള്ളിക്കാരി അതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറെ സംസാരിക്കുന്ന ഓവറാക്കി പണ്ടാരടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരിയൊക്കെ അതിൻ്റെ അകത്ത് ഭയങ്കര ഡീസന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചു. കാരണം എനിക്ക് പാട്ടിനോട് അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണ്. പാട്ട് കേൾക്കാനും ലിറിക്സ് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഈ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പുള്ളിക്കാരിക്ക് അതിനകത്തിൽ നല്ല നോളജും ഉണ്ട്. അപ്പം നമുക്ക് പുള്ളിക്കാരി പെട്ടെന്ന് ശ്രദ്ധിക്കുമായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഈ സീരിയൽ ഇപ്പം ഈ അടുത്തിടയ്ക്ക് ആ സീരിയൽ എൻഡ് ചെയ്തു, സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ. അതിന്റെ അതിനകത്ത് കാര്യം എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ. കാര്യം ഈ സാന്ത്വനം എന്നാണ് ആ വാക്ക്. പക്ഷെ ഇവര് ഈ ഇപ്പൊ ലാലേട്ടൻ ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണെങ്കിലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കയറി വന്ന ദിവസങ്ങളിലാണെങ്കിലും സ്വാന്തനം എന്നാ പറയുന്നത്. സാന്ത്വനം എന്നല്ലേ, അത് സാന്ത്വനം എന്നാണ് ആ വാക്ക്. എനിക്കറിയത്തില്ല അതിന്റെ കാര്യം. സാന്ത്വനം എന്ന് തന്നെയാണ് എഴുതുന്നത്. ടൈറ്റിൽ എഴുതുന്നത് എങ്ങനെ തന്നെ, ഇട്ടിട്ട് ന്ത്വനം അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ സ്വാന്തവനം എന്ന് പറയുന്ന പോലെ ഞാനും കേട്ടായിരുന്നു, അറിഞ്ഞൂടെ. അപ്പൊ അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നു? സാന്ത്വനം എന്നല്ലേ എന്റെ പേര്. അതെന്താണെങ്കിലും സാന്ത്വനം എന്താണേലും നീ അന്നേരം എന്നോട് പറഞ്ഞു അതിൽ എഴുതി കാണിക്കുന്നത് സ്വാന്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് സാന്ത്വനം എന്നാണ്. അല്ല, എന്തുവാ ഞാനിതിപ്പോ ക്രോസ് ചെക്ക് ചെയ്തു, അപ്പോഴാണ് സാന്ത്വനം തന്നെ എഴുതുന്നത്. ഇവര് പറയുന്നില്ല പ്രശ്നം. പുള്ളിക്കാരി എനിക്കാണ് സ്വാന്തനം. അതിനകത്തില് വില്ലത്തിയായിട്ടും അങ്ങണ്ടായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്തൊരു റോളും ആയിരുന്നു. ഇതിനകത്തില് ഇതില് ഇന്ന് ചെറിയൊരു വില്ലത്തി പരിപാടി ഞാനിന്ന് കണ്ടു. കണ്ടു. അതായത് പുള്ളിക്കാരി ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരി കൊള്ളാം കേട്ടോ. പുള്ളിക്കാരി അത്യാവശ്യം എല്ലാവരോടും സംസാരിക്കുകയും ആക്റ്റീവായിട്ടൊക്കെ എല്ലാത്തിലും ഉണ്ട് പുള്ളിക്കാരി. അങ്ങനെ ഒരു ഫീലിംഗ് തരുന്നുണ്ട്, എല്ലാത്തിനും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇവരുടെ ഈ ഡിബേറ്റ് പവർ ടീം നല്ല പെർഫോമൻസ് ആയിരുന്നുകൊണ്ട് ബിഗ് ബോസ് അവിടെ എനിക്കിതാ മനസ്സിലാവാത്ത ഈ ബിഗ് ബോസിൽ വന്നിട്ട് എന്തിനാണ് ഈ നന്മമാരെയൊക്കെ കളിക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് നന്മ കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം ആൾക്കാർ ട്രോളോ എന്നുള്ള ഒരു ഇത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ അങ്ങോട്ട് ഒരുപാട് സ്കീമിങ്ങും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണോ അങ്ങനെയുള്ള ടാഗുകളൊക്കെ ആൾക്കാർ തന്നിട്ട് അത് എനിക്ക് കാണുന്ന തോന്നുന്നു പക്ഷെ എനിക്ക് നമ്മുടെ തോന്നുന്നു അത് ബഡായി ബംഗ്ലാവിൽ ആര്യക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ട ആയിരിക്കൊക്കെ വന്നു. അങ്ങനത്തെ ഒരു ഇത് കടുത്ത സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ഇതിന്റെ അകത്ത് വരുന്നവരെ നമ്മളാണ്
നമ്മൾ ഓഡിയൻസ് ആണ് അവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ പരാതി പറയുകയും ചെയ്യും അവർ കളിക്കുന്നില്ല അവരെങ്ങനെ പുറത്തോട്ട് വരുന്നേ നമ്മൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും വരില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവർ അടിപൊളിയായിട്ട് കളിക്കും. അപ്പൊ അത് നമ്മൾ വേണം ഒരുക്കി കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെന്തെങ്കിലും ഒരു പ്ലാൻ ഇടുകയോ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഓ തുടങ്ങി വിഷം, അത് കുത്തിവെക്കുന്നു, മറ്റേതാണ് മറിച്ചതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് പറയും. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ പവർ ഹൗസ് തന്നെ അറിയാം. അവര് വന്നിട്ട് അവരുടനെ തീരുമാനിക്കുകയാണ് എന്തിനാണ് ബിഗ് ബോസ് പവർ റൂം കൊടുക്കുന്നത്. അവിടെ കൊണ്ട് ഓരോരുത്തരെ ഇട്ട് മറ്റുള്ളവർക്ക് ഓരോ ടാസ്കുകൾ കൊടുത്ത് അവിടെ ഒരു ചെറിയ ഒരു സ്പാർക്ക് റിഫ്റ്റ് ഉണ്ടാക്കാൻ. ഉണ്ടാക്കിയിടുക, അതൊരു കണ്ടന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്നത്. ഇവരവിടെ വന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല. കാര്യം അവർക്ക് ഹർട്ടാവാത്ത രീതിയിലുള്ള പണികൾ എടുക്കുന്നത്. ഇവിടെ അവരെ ഹർട്ടാക്കാനായിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്ന് ചെയ്യാനായിട്ടാണ്. മറ്റുള്ളവരുടെ കാര്യം, അതിന്റെ അകത്തെ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്ന് കരുതി അങ്ങേറ്റം ക്രൂരന്മാരാകുക എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് ഗെയിം കളിക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ ഗെയിമിന്റെ അതും രസകരമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാം. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോ ഇവളോട് പറഞ്ഞു, അത് തമിഴിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതായത് ഇപ്പം അത് പക്ഷേ ഇങ്ങനെ പവർ റൂം എന്നുള്ള രീതിയിലല്ല, ചില പ്രത്യേക ടാസ്കുകൾ വരുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഓരോ പവർ കിട്ടും ആ വിൻ ചെയ്യുന്ന ടീമിന്. അവരൊക്കെ എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യിക്കാം മറ്റുള്ളവരെ കൊണ്ട്. ഇങ്ങനെ അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റെഡ് കാർപ്പറ്റ് വിരിക്കുക, അവരെ കൊണ്ട് സൈക്കിൾ ചവിട്ടിപ്പിക്കുക, അല്ലെ എപ്പോഴും പോയിട്ട് എനിക്ക് ജ്യൂസ് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ ചെയ്യിക്കാം എന്നുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഓപ്പൺ ആവുകയാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, ഇവരടനെ അവരെ ഹർട്ടാവാത്ത രീതിയിലൊക്കെ ഒന്ന് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിന് കിട്ടുകയും ചെയ്തു. ബിഗ് ബോസ് എല്ലാത്തിനും വാർ റൂമിലുള്ള എല്ലാത്തിനും വിളിച്ചു ചേർത്തിട്ട് നീയൊക്കെ എന്തുവാ ചെയ്തെന്ന് ചോദിച്ചു. അതിനകത്തൊരു ഗബ്രി എന്ന് പറയുന്ന ശ്രീരേഖയ്ക്ക് ഒരുത്തൻ, ആ ഗബ്രി എന്ന് പറയുന്നവൻ പറയുന്നത് ആ ഞാൻ എന്തോടെ പറഞ്ഞു മോഡസ്റ്റ് ആയിട്ട് ചെയ്തു, നല്ലല്ലോ എന്തോ ഞാൻ ആ എത്തിക്കലി എന്തോ പെരുമാറാൻ നോക്കിയെന്നോ എന്തോ ആ പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തു ബിഗ് ബോസ്. പക്ഷെ അത് ഞാനിങ്ങനെ നമ്മൾ എത്തിക്സ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തത്, എത്തിക്കലി ഒക്കെയാണ്. ഞാൻ കറക്റ്റ് പാരഫ്രൈസ് ചെയ്യല്ല കേട്ടോ, അവൻ അല്ലല്ല പറഞ്ഞതിന്റെ ഒരു പറഞ്ഞതിന്റെ ഒരു ഒരു ജിസ്റ്റ് അതാണ്. അതെ അതെ അതെ, ആ ആ ഒരു ഫീൽ അതിന്റെ എന്ത് ഒരു ഡെഫിനിഷൻ മോഡസ്റ്റ് എടുത്തു. ആയെന്നല്ല, അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ. അതായത് ഞാൻ അതിന്റെ എന്താ നമുക്ക് റോങ് ആയിട്ടും കളിക്കാം. മൊറാലിറ്റി മൊറാലിറ്റി, അത് മൊറാലിറ്റി തന്നെ ആണ്. മൊറാലിറ്റി, ആ, അത് റോങ് ആയിട്ടും കളിക്കാം, മോറൽ ഉള്ളതായിട്ടും കളിക്കാം. അപ്പൊ ഞാൻ ഇച്ചിരി മൊറാലിറ്റി ആ. അപ്ലൈ ചെയ്തതാന്നൊക്കെ അവന്റെ ഒരു മോറൽ അല്ല ആപ്ലിക്കേഷൻ. അല്ല മൊറാലിറ്റി അപ്ലൈ ചെയ്ത് എന്തുവാണെന്ന് ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവണമല്ലോ. എന്തെങ്കിലും കാണിച്ചാലല്ലേ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈവ് കാണുന്നവരോ അല്ലെങ്കിൽ BB പ്ലസ് കാണുന്നവരോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഈ എഡിറ്റ് ചെയ്ത എപ്പിസോഡ്സ് ആണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല എന്തോ ഇവൻ മൊറാലിറ്റി ഉപയോഗിച്ച് ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവര് എപ്പിസോഡിൽ വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്താലല്ലേ അവരും ഇടത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളോട് ഈ ചോദ്യം വരത്തില്ലല്ലോ എന്തുവാ ചെയ്തതെന്ന് പറയാനായിട്ട് പറയേണ്ടി വരില്ല. അപ്പൊ അവിടെ മൊറാലിറ്റി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. ശ്രീരേഖയ്ക്ക് പെട്ടെന്ന് പറയാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കാര്യം പുള്ളിക്കാരി ആ അതിന് തൊട്ട് മുമ്പാണ് രതീഷിനെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നത്. മിണ്ടാതിരിപ്പിച്ചത്. അതെ, 1 hour മിണ്ടാതിരിക്കണം എന്ന് പണിഷ്മെന്റ് പറഞ്ഞു. കൊടുക്കും. കാരണം പവർ പണിഷ്മെന്റ് ഹൗസിന്റെ കൊടുക്കും. പവർ പുള്ളിക്കാരി എക്സേർട്ട് ചെയ്തു. അപ്പൊ പുള്ളിക്കാരി, അതാ ഞാൻ പറയും, പുള്ളിക്കാരി സ്ട്രാറ്റജിക്കലി കറക്റ്റ് അതിന് മുമ്പ് തന്നെ അത് ചെയ്തു. അപ്പൊ പുള്ളിക്കാരിക്ക് അത് പറയണുണ്ട്. പുള്ളിക്കാരിക്ക് പറയാനുണ്ടായിരുന്നു ആ ഒരു കാര്യം ചെയ്തത് തന്നെ. പെട്ടെന്ന് അത് എടുത്ത് അതിന്റെ പറയാനായിട്ടൊരു കോമഡി അല്ല, പോയില്ലായി. 2 കോമണേഴ്സ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അതിനകത്ത് ഈ പവർ റൂമിൽ ഒരു കോമണർ ഉണ്ട്. പുള്ളിക്കാരി അറിയാം ഞാനൊന്നും ചെയ്തില്ല, സത്യസന്ധമായിട്ട് നിഷാന. പറയാം. സത്യസന്ധമായിട്ട് നിഷാന ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ബിഗ് ചെയ്തില്ല. ബോസ്. ആ, സത്യസന്ധമായിട്ട് ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണമല്ലോ. അപ്പം അതങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ആ സമയത്ത് യമുന റാണി ആണ് ഇതുപോലെ പറഞ്ഞത് അവർക്ക് ഹർട്ടാവാത്ത രീതിയിൽ ഓരോന്ന് ഞാൻ ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അത് അപ്പൊ അത് ആക്റ്റീവായിട്ട് ഇരിക്കണം ആ ഒരു സാഹചര്യത്തിൽ. അപ്പം ഇവര് ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഹൗസിലുള്ളവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉടനെ പറഞ്ഞു ഇവരുടെ ഓപ്പർച്യൂണിറ്റി അവർക്ക് കുറച്ച് നാളുകൂടെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവര് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ആ ചാൻസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കി കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാം ഓരോ ടീമായിട്ട് തിരിച്ച് അവര് ഇരുന്ന് ഡിബേറ്റ് ചെയ്ത് വിൻ ചെയ്യണം എന്നുള്ള. അതായത് അവര്
നിൽക്കുന്ന റൂമുകൾ വെച്ചിട്ടാണ് തിരിഞ്ഞത്, നെസ്റ്റും ഡെന്നും. അപ്പൊ അതില് ഡെൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ റൂമിലാണ്. അത് അവര് ഡെന്നിലേക്കുള്ള ആൾക്കാരെ ഇവര് ആദ്യമേ തന്നെ വോട്ടൊക്കെ ചെയ്ത് അവരെ നേരത്തെ തീരുമാനിച്ചിരുന്നു. എനിവേസ് അപ്പം അതില് നിന്ന് കഴിഞ്ഞപ്പം ഈ അപ്സര പുള്ളിക്കാരി അവിടെ ഇരുന്നോണ്ട്, അൻസിബയൊക്കെ ഉണ്ട് പുള്ളിക്കാരിയുടെ സൈഡിൽ. അപ്പൊ അവിടെ ഇരുന്നോണ്ട് പറയാണ് ഇവരുടെ ഈ വീക്കസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്സര അൻസിബ വീക്കാണ്, അതുകൊണ്ട് അൻസിബയ്ക്ക് അധികം ഒന്നും പറയാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് അൻസിബ പറയാൻ വന്നു കഴിഞ്ഞപ്പോ ഉടനെ കൈ പിടിച്ച് തട്ടി അത് ചുമ്മാ താഴത്തോട്ട് തട്ടുമല്ല, അതങ്ങനെ അമക്കി. അമക്കി അങ്ങ് വെച്ചു. മിണ്ടരുത് നീ നമ്മൾ ആ പറയത്തില്ല, അതിന്റെ ഒരു ഫിസിക്കൽ ആക്ഷൻ ഇങ്ങനെ അങ്ങ്. മറ്റേ സൈഡില് ഇതുപോലെ തന്നെ ഈ ജാസ്മിന്റെ സൈഡിലാണെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ മറ്റേ കോമണർ പുള്ളിക്കാരിയുടെ അടുത്ത് ആ അതെ അതെ. രശ്മിനാണോ നോറയുടെ കാര്യത്തിലാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ല 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 അല്ല, ആ ഇതുപോലെ തന്നെ കോമണർ ആയിരുന്നു, രശ്മിന്റെ കാര്യത്തിൽ, കോമണറിനെ. രശ്മിന്റെ കാര്യത്തില് ഇതുപോലെ തന്നെ, അതായത് വീക്ക് ആണെന്നുള്ള കാര്യം. അപ്പൊ അവര് വീക്കാണെന്ന് ഇവരങ്ങ് രജിസ്റ്റർ ചെയ്യുവാണ്. എന്നാ പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ടീമിലുള്ള വീക്കായിട്ടുള്ള ആളെ കൊണ്ട് സംസാരിപ്പിക്കുക, എന്നിട്ട് അവര് വീക്കല്ല എന്നുള്ളത് തെളിയിക്കുക. അത് ചെയ്യത്തില്ല. ഏയ് അത് അതിന് ചെയ്യേണ്ട പകരം അവരെന്തെങ്കിലും ആവശ്യമില്ലല്ലോ. മിണ്ടാൻ വരുമ്പോഴത്തേക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, എന്റെ ഡയലോഗുകൾ ആദ്യം വരണം എന്നുള്ള രീതിയിലാണ് ഈ 3 സൈഡിലുള്ള ആൾക്കാരും ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നെസ്റ്റിന്റെ സൈഡിലാണെങ്കിൽ സിജോ ആണ് കൂടുതൽ സംസാരം. പക്ഷെ പക്ഷെ നെസ്റ്റ് പിന്നെയും എങ്കിലും കുറച്ചും ഭേദമായിരുന്നു. കൂടെ കാര്യം ഭേദമായിരുന്നു, കുറേ കൂടെ ഒരു ഈവൻലി ആ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു അവർ. ആ നോറ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് മാത്രമുള്ള അധികം അങ്ങനെ സംസാരിക്കാഞ്ഞത്. പിന്നെ നമ്മുടെ സുരേഷ് മേനോനും അധികം അത് പിന്നെ ഒന്നും പുള്ളി ഒരു പറഞ്ഞിട്ടില്ല. ക്യൂറ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. അതെ അതെ അതെ. അപ്പം അവര് അങ്ങനെ എന്താ പറയുന്നത്, അവര് സംസാരിക്കാൻ വരുന്ന ആൾക്കാരെയും കൂടെ അങ്ങോട്ട് ഒരു ക്രഷ് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ഇതിൽ കണ്ടു. പിന്നെ ഉള്ള കണ്ടസ്റ്റന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രീതു കൃഷ്ണനെ ഒക്കെ അധികം ഒന്നും നമ്മൾ അങ്ങനെയൊന്നും കണ്ടില്ല. അത് ഒരു പുള്ളിക്കാരി ഇന്നത്തെ ഇതിൽ കണ്ടു അത് പുള്ളിക്കാരി ഇങ്ങനെ ഒരു സംസാരിക്കുന്നു. രതീഷുമായിട്ട് സംസാരിക്കും. പക്ഷെ അവരെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അത്രയും, അതുകൊണ്ട് അറിയില്ല. പോരാ, അങ്ങോട്ട് കേറി വരണോ അല്ലേ? അതെ അങ്ങനെ അതെ അതെ, വരാനുണ്ട്. ഇപ്പം പുള്ളിക്കാരി കുറച്ച് സൈലന്റ് ആണ്. പിന്നെ നമ്മുടെ ജാൻമണി ജാൻമണി, ജാൻമോണി അത് എന്നൊക്കെയാണ് ആദ്യം മോഹൻലാലും അറിയേണ്ടത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ജാൻമോണി എന്ന് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒത്ത് അതങ്ങനെ ജാൻമോണി. സ്പെല്ലിങ് എങ്ങനെ അതെ അതെ, മോണി സ്പെല്ലിങ് എന്ന് തന്നെ. എങ്ങനെയാണ്? ഉം. പുള്ളിക്കാരുടെ കാര്യം ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. കാര്യം ഈ രതീഷിന്റെ ആംഗിള് വന്ന അന്നേരം തന്നെ ആ സ്റ്റൗവിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി. സ്റ്റൗ അത് പൊട്ടിത്തെറിക്കുന്നൊക്കെ. ഗ്യാസ് ഗ്യാസ് പൊട്ടിത്തെറിക്കും. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കും. ഇവിടെ ഇത്രയും പേരുടെ ജീവന് ഭീഷണിയാണ്. എന്താ സ്റ്റൗ ചുമ്മാ എന്ന് പറയുന്ന സാധനം ചുമ്മാ കത്തിക്കുന്ന സാധനമാണ്. പുള്ളിക്ക് ക്യാമറയുടെ മുന്നിൽ ക്യാമറ പുള്ളിയെ ഫോക്കസ് ചെയ്യാൻ എന്തോ ആ അങ്ങ് പറയുക. സ്റ്റൗ പൊട്ടിത്തെറിക്കും, എനിക്കറിയത്തില്ല. എന്തുവാ. പുള്ളി സ്വയം ഒരു പ്രഖ്യാപിത ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങോട്ട് കിടന്ന് പെർഫോമൻസ് ചെയ്യണം. കട്ടവെറുപ്പീരായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടത് കേട്ടോ. ഇനിയിപ്പം പുള്ളിയുടെ ഫാൻസ് ഉണ്ട്. ഞാനിത് ഇപ്പൊ എന്താണെന്നറിയോ, ഇതൊരു ഒരു ഒരു സ്ട്രാറ്റജിയാണ്. കാര്യം ഇങ്ങനെ ഈ തുടക്കത്തിലെ തന്നെ കണ്ടന്റ്, ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവൻ ബിഗ് ബോസിൽ പോകുമ്പോ അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യം പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ ആഴ്ച എന്തെങ്കിലും പറഞ്ഞൊരു അടി ഉണ്ടാക്കും, എന്നാലേ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടത്തുള്ളൂ. പക്ഷെ ഇത് അതുപോലെ എനിക്ക് ആ അല്ലല്ലോ, സ്ട്രാറ്റജി പുള്ളി ശ്വാസം എടുക്കുന്ന അലക്കാൻ വേണ്ടിയാണ്. നമുക്ക് അയക്കാൻ വേണ്ടി. ചെവിത്തകിട് എടുക്കും, എന്നിട്ട് തലവേദന എടുക്കും. എന്നിട്ട് ഇതില് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അലച്ച് പുള്ളിയുടെ സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലാഞ്ഞിട്ട്, എന്നിട്ട് ഈ ഈ കഷ്ടമുണ്ട്. ഈ ആ ബിഗ് കിച്ചൺ ഡ്യൂട്ടിക്ക് നിൽക്കുന്നവര് ചൂടുവെള്ളം, ചായ, ചൂടുള്ള സാധനങ്ങൾ ഇങ്ങനെ മിനിറ്റിന് കൊടുത്തോണ്ടിരിക്കും. അവസാനമൊക്കെ ആയപ്പോ മറ്റേ ഏതോ പുള്ളിക്കാരിയൊക്കെ പറയുന്നുണ്ട്, ശ്രീരേഖ പറഞ്ഞു പറയുന്നുണ്ട്, ഇനി ചൂടുവെള്ളം 3 തരട്ടെ. വട്ടം നിനക്ക് തരത്തുള്ളൂ, നീ മിണ്ടാതിരി. ആ കാര്യം ഇങ്ങനെ കിടന്ന് അലച്ച്, പിന്നെ ഇയാൾക്ക് ഒച്ചയില്ലാഞ്ഞിട്ട് എന്നിട്ട് വേറെ ടാസ്കിൽ വന്നിരിക്കുമ്പോ ഡിബേറ്റിന്റെ സമയത്ത് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അവരെല്ലാം ഇരുന്ന് ചിരിക്കുകയാണ് അവിടെ, ബാക്കിയുള്ളവരൊക്കെ മിണ്ടായിരുന്നിട്ട്. ജാസ്മിനാണ് പിന്നെ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നോക്കിയിട്ട് അവിടെ വാ തുറക്കുന്നത് ഇങ്ങനെ അലക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൗണ്ട് നമ്മൾ ബോഡി ഇതും നോക്കണമല്ലോ. അവിടെ ബിഗ് ബോസിൽ കിടന്ന് അലക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് എല്ലാവർക്കും മൈക്കുണ്ട്. മൈക്കുണ്ട്. അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. പിന്നെ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ അലച്ച് ഇതാക്കിയിട്ട് ഉള്ള സൗണ്ടും കളഞ്ഞ് ആരോഗ്യം കളഞ്ഞ് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതും തുടക്കത്തിൽ ഇപ്പൊ 4 ദിവസം ആയതേ ഉള്ളൂ. 3 ദിവസം ആയതേ ഉള്ളൂ. 3 ദിവസത്തിൽ തന്നെ ഇത്രയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കിടന്ന് പരാപ്പാട് ഇടുകയാണ്.
ഇനിയുള്ള ദിവസങ്ങളിൽ പുള്ളിയുടെ കയ്യിൽ മരുന്നുണ്ടാവുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. കാര്യം ഇത് നമ്മൾ 70 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം ഇതേ എനർജിയിൽ ഇങ്ങനെ കിടന്ന് അലക്കണം. അലറിക്കൊണ്ടിരിക്കാനൊന്നും ഒരു മനുഷ്യനും പറ്റത്തില്ല. ഉം, ഉം. പറ്റത്തില്ല. ഒരു പരിധി, ഒരു പോയിന്റ് വിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കണ്ടന്റ് ഇല്ല. അവരുടെയൊക്കെ പുറകെ നടന്ന് ഇയാൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ജാൻമണിയുടെ പുറകെയാണ് പുള്ളി ആദ്യം കടന്ന് ഉണ്ടായിരുന്നത്. ആദ്യം സിഗരറ്റിന്റെ ഇഷ്യൂ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ സീൻ അതായത് ഉണ്ടാക്കി. അത് പുള്ളിക്കാരി കാണുമ്പോ ഈ സിഗരറ്റിന്റെ ഇഷ്യൂ ആ, കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയല്ലോ. പുള്ളിക്കാരി മാന്യമായിട്ട് ഇന്ന് സോറി പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി ഫ്രണ്ട്ലി ആകാൻ ശ്രമിച്ചതാണ് ആ ഒരു ഇഷ്യൂ വരണ്ട എന്ന് ഓർത്തുകൊണ്ട്. ബട്ട് അതിനെ പുള്ളി ട്വിസ്റ്റ് ചെയ്ത് എന്റെ ഭാര്യനെ പറഞ്ഞോന്നോ എന്തൊക്കെയോ എന്തൊക്കെയോ ആ, എന്റെ ദൈവമേ. അതായത് ഇങ്ങനെ പറഞ്ഞു. അമ്മു എന്നല്ലേ പറഞ്ഞത്? അമ്മുന് അമ്മു അമ്മു ചേച്ചിന്നോ എന്തോ ഒരു ആ അങ്ങനെ ആ അങ്ങനെ പറയാം. അമ്മ ചേച്ചി ഇത് കാണത്തില്ലേ എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതിന്റെ വീട്ടുകാർ കാണത്തില്ലേ, എനിക്കൊരു കുടുംബമുണ്ട്, അങ്ങനെയുണ്ട്. ഈ ഡയലോഗ് പറഞ്ഞ ഇതേ പുള്ളി തന്നെയാണ് പോയിട്ട് ശ്രീരേഖ മറ്റേ അർജുന് ബോളെല്ലാം കൂടെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ കവളത്ത് ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് യു ആർ ദ വിന്നർ, യു ആർ ദ വിന്നർ എന്ന്. അന്നേരം ഞാനിത് കണ്ടപ്പോഴും ഓർത്ത്, അതെന്തോന്ന് യു ആർ ദ വിന്നർ പോയി അവിടെ പോയി പറയുന്നത്? അവനല്ല ജയിച്ചത്. പിന്നെ പുള്ളിക്കാരി ബോളൊക്കെ ഇട്ട് കൊടുത്ത ഉടനെ പുള്ളിക്കാരി വിന്നറായി. ഇതെന്താ ഇവൻ ഈ പറയുന്നത്? അവിടെ ചെന്ന് പുള്ളിക്കാരിയുടെ മുഖത്ത് പിടിച്ചിട്ട് വി ആർ ദ വിന്നർ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പിന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ പോയി ഹഗ് ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമില്ല. ഈ പുള്ളിക്കാരിയുടെ അടുത്ത് മാത്രം ഈ ഇഷ്യൂ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, പുള്ളിക്ക് ഇനി പുള്ളിക്കാരി ട്രാൻസ്ജെൻഡറും കൂടെ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ ആയിരിക്കണം. LGBTQ അപ്പൊ എംപവറിങ്, അങ്ങനെ അതെ അതെ, കമ്മ്യൂണിറ്റി LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ആസാം നേറ്റീവ് ആണ് പുള്ളിക്കാരി, ട്രാൻസ് വുമൻ ആണ്. ആ അപ്പൊ ഈ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാളെ അതിന് ഒരു എന്തോ ഫോബിയ ഉള്ള രീതിയിലാണ്. കാരണം പുള്ളി ഇങ്ങനെ ഇത്ര റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അവിടെ. എന്തിനാണ് ഇങ്ങനെ അവരുടെ അടുത്ത്? ഒന്നാമത് പുള്ളിക്കാരിയുടെ കാര്യം കുറച്ചുകൂടെ കഷ്ടമാണ്. കാര്യം ഒന്നാമത് കാര്യം നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് പുള്ളിക്കാരി പറയുന്നത്. ഞാൻ ഇച്ചിരി ബിഗ് ബോസിന്റെ ബുദ്ധിമുട്ടാ. അടുത്തേക്ക് ഒരു അപേക്ഷ വെക്കേണ്ട അവസ്ഥയാണ്. അതായത് ട്രാൻസ്ലേറ്റ് സബ്ടൈറ്റിൽ ഇട്ട് ഞങ്ങൾക്ക് സബ്ടൈറ്റില് പുള്ളിക്കാരി എന്ത് ഇച്ചിരി അവിടെ ബുദ്ധിമുട്ടാ. ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ, അത് ഒരു അത്ഭുതം കേട്ടോ. നമുക്കൊന്നും പിടികിട്ടത്തില്ല. എനിക്ക് ചില അവര് സമയത്തൊക്കെ എന്തോ അവര് വയറ്റിനൊക്കെ 24/7 വാഴയ്ക്കാന്നൊക്കെയാണ്. കേട്ടോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മൾ കുറച്ച് നാൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇച്ചിരി പാടാ, നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, റിവൈൻഡ് ചെയ്തൊക്കെ കേൾക്കണം എന്താ പുള്ളിക്കാരി പറയുന്നത്. ഇച്ചിരി പാടാ മനസ്സിലാക്കാൻ. അത് പുള്ളിക്കാരി കുറ്റം പറഞ്ഞിട്ട് ആ കാര്യമില്ല. പുള്ളിക്കാരി എന്താ ആസാമിൽ നിന്ന് വരുന്ന ആ, ആളാണ്. അതെ അതെ അതെ. മലയാളം ഇവിടെ പറയണമെന്ന് പറഞ്ഞു വന്നിട്ട് കഴിഞ്ഞാല് അതെ. അല്ല, നാട്ടിലുണ്ടായിരുന്ന ആളാണ്. നാട്ടിൽ വന്നിട്ടാണ് 14 മലയാളം വർഷം കൊണ്ട് പഠിക്കുന്നത്. ഉണ്ട് കേരളത്തിൽ അങ്ങനെന്തോ ഒത്തിരി പറഞ്ഞു. നാളുണ്ട്. ബട്ട് സ്റ്റിൽ മലയാളം ഇച്ചിരി അങ്ങനെ പാടാണല്ലോ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതിലൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് എന്തിനാണ് അപ്പം അങ്ങനെ മലയാളം അധികം സംസാരിക്കാത്ത ഒരാളെ എടുക്കുന്നതിൽ? മേ ബി അവർ ആ ഒരു കോട്ട തികയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇനി എടുത്തതെന്ന് അറിയാൻ അതെ, പാടില്ല. എല്ലാ ഇതുവരെയുള്ള സീസൺസിലെല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കണം. അത് ഒന്ന് അല്ല, ഈക്വൽ ആക്കി എനിക്ക് വെക്കാൻ തോന്നുന്നു. വേണ്ടിയായിരിക്കും. അല്ല, ഇപ്പൊ മറ്റേ റോബിന്റെ സീസണില് മറ്റേ ജാസ്മിൻ അല്ലേ? ജാസ്മിൻ അങ്ങനെയല്ലായിരുന്നു പുള്ളിക്കാരിയുടെ പേര്? എനിക്ക് പുള്ളിക്കാരി LGBT ഇതിലുള്ള ആളായിരുന്നു. ഉം, ഉം. ട്രാൻസ്ജെൻഡർ അല്ല, ബട്ട് അതിലുണ്ടായിരുന്ന ആളാണ്. പിന്നെയും വേറെ തമിഴിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തമിഴേ അറിയത്തുള്ളൂ. തമിഴില് സീസണുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മിക്കവാറും ഒരു ആള് എന്തോ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തോ പോയി. മറ്റേ ആള് ഉണ്ടായിരുന്നു. അവസാനത്തെ ഒരു 70 ദിവസമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നിട്ടുണ്ട്. അറിയില്ല. ജാൻമണിയുടെ കാര്യം അറിയത്തില്ല എങ്ങനെയാണെന്ന്. കാര്യം പുള്ളിക്കാരി ഓക്കെയാണ്. ബട്ട് ഈ ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്. പിന്നെ അതെ അതെ. ഇങ്ങനെ കടന്ന് പറയാണെന്ന് ഇങ്ങനെ ചോദിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. ഉപദ്രവമാ അങ്ങ്, എന്തൊരു ഉപദ്രവാന്നറിയാം. ചുമ്മാ കിടന്ന് അലച്ചോളൂ. ആ പുള്ളിക്കാരി ഒന്നും പറയുന്ന പോലും ഇല്ല. ഈ പുള്ളി കിടന്ന് അലക്കുന്നതിന് പുള്ളിക്കാരി ബദല് പോലും പറയുന്നില്ല. എന്താ പറയാൻ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൽ പുള്ളിക്കാരിക്ക് ഭാഷ ഇച്ചിരി പാടാണ്. അപ്പൊ ഭാഷ പാടായതുകൊണ്ടും കൂടെ ആയിരിക്കും പറയാത്തത്. പക്ഷെ അതൊരു ഇച്ചിരി അല്ല, ഇറിറ്റേറ്റിംഗ് ഈ ആണ്. ഈ ഹഗ് ചെയ്യുന്നതൊക്കെ അതൊരു ഒരു അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. അത് എന്താണേലും പുള്ളി അത് ട്വിസ്റ്റ് ചെയ്ത് പുള്ളിക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ പുള്ളിക്കും അത് പണി രതീഷിനെ കിട്ടിയല്ലോ. കുറിച്ച് കൂടുതൽ പണി പുള്ളിക്ക് കിട്ടി. അത് നേരെ നമ്മുടെ നമ്മുടെ മുട്ടേട്ടൻ പണി കൊടുത്തു. സുരേഷ്
ഞാൻ ഈ സുരേഷ് താത്ത എന്ന് വിളിക്കാൻ കാര്യം തമിഴിലൊരു പുള്ളി ഉണ്ടായിരുന്നു, സുരേഷ് ചക്രവർത്തി എന്ന് പറഞ്ഞു. പുള്ളീനെ താത്താന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സുരേഷ് താത്ത എന്നേ വരുള്ളൂ. സുരേഷ് താത്ത പണി കൊടുത്തു തിരിച്ച്. പുള്ളീനെ ഹഗ് കൊടുത്തത്. ചെയ്തത് പുള്ളിക്ക് അങ്ങനെ അല്ല, അത് വേണം, അത് വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഇതേ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ ജാൻമണീനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി പുള്ളിക്ക് ആ പോയിന്റ് ഇറക്കാൻ പറ്റില്ല. പറ്റത്തില്ല. കാര്യം അത് പറയുകയാണെങ്കിൽ നീ അപ്പൊ എന്തോ എന്നെ വന്ന് ഹഗ് ചെയ്തതും കിസ് ചെയ്തതൊക്കെ എന്തുവാണെന്ന് ചോദിച്ചുകൊണ്ട് അതെ. അതുമല്ല ഇങ്ങനെ ഈ വരും. നമ്മുടെ താത്ത പുള്ളി എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള രീതി തന്നെയാണ് അത് കോൾ ഔട്ട് ചെയ്തത്. അപ്പം ആ അതിനിപ്പോ മേലെ ആ, പറയാൻ പറ്റത്തില്ല. അതായത് എന്നിട്ട് പറയാൻ പറ്റത്തില്ല. പുള്ളി ഒന്ന് ചളിഞ്ഞായിരുന്നു. കാരണം പുള്ളി ഇറങ്ങി ബാഗും കെട്ടിയും പെട്ടിയും കെട്ടുമൊക്കെ ഓ, എടുത്ത് ഇറങ്ങി. അത് എന്റെ ദൈവമേ, ഇത് ഭൂമി തുറന്ന് പാതാളത്തിലോട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയിൽ അങ്ങ് അലിഞ്ഞങ്ങ് ഇത്രയും ഇല്ലാണ്ടായി. ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാവുക കർത്താവേന്ന് ചോദിക്കാം. അതെ, അത് അങ്ങേര് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പോവുക, ആരും ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രം. ഗബ്രി ചെന്ന് എങ്ങനെയൊന്ന് പറഞ്ഞിട്ട് പോന്നു. അത് അവനും പറഞ്ഞിട്ട് ആരെങ്കിലും നിന്നൊന്നുമില്ല. അവൻ പുള്ളിയാണ് പറഞ്ഞപ്പോ അതിന്റെ ഇവൻ പറഞ്ഞു തലയിരുന്ന്. പോവോ നീ പോന്ന് പറയുമ്പോ അവനങ്ങ് പോയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞു. ആ, അവൻ പറയാനൊന്നും പോയൊന്നുമില്ല. എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങ് പോയി അവിടെ പുറത്ത് പോയി നിന്ന് ആ, അവിടെ കിടന്നുകൊണ്ട് പിന്നെ ഒരു ഡയലോഗ്, ഓ ഞാൻ ഇങ്ങനെ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു. പിന്നെ ആ വെയിലത്ത് ആ ബാഗൊക്കെ വെച്ചോണ്ട് അവിടെ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് അലഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വന്നപ്പോ അവരെല്ലാം കൂടെ കൂടി കളിയാക്കി. അയ്യോ എന്റെ അമ്മോ. അലഞ്ഞു കയറി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അങ്ങ് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി പോയല്ലേ എന്ന് പറഞ്ഞ് ഈ പോയിന്റ്. അത് ആ ഡിബേറ്റിന്റെ ഇടയിൽ ഒച്ച പോയതിന്റെ ഇതില് മറ്റേ നമ്മുടെ റോക്കി ഭായൊക്കെ ആണെങ്കിൽ ഇരുന്ന് ചിരിച്ച് കളിയാക്കി പോടാന്നൊക്കെ പറഞ്ഞ് അളിച്ച്. ഉഫ്, എന്റെ ദൈവം. പുള്ളി എന്നാലും നല്ല തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് പുള്ളി പിന്നെയും അതെ വന്നിട്ട് അതെ അതെ ഇനി അതെ. എന്റെ കളികൾ കാണാൻ പോകുന്നുള്ളൂ, ഞാനാണ് ബിഗ് ബോസ് സീസണിലെ വില്ലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വില്ലൻ എന്തായാലും നല്ല അഭിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ, പിന്നെ അടുത്ത് തന്നെ ആരാണ്? ജാസ്മിൻ ആണ്. ജാസ്മിൻ. പുള്ളിക്കാരി ജാസ്മിൻ. പുള്ളിക്കാരി ഇച്ചിരി ഒരു ജാസ്മിന് ഒരു റൊമാൻറ്റിക് ലൈൻ എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഒരു ഡൗട്ട്. കാര്യം ഡിബേറ്റിന്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സിജോ ആയിട്ടായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഓർത്തത്. എൻഡ് ചെയ്തത് മറ്റൊരു ട്വിസ്റ്റിലാണ്. അതെനിക്കറിയില്ല എങ്ങനെയായിരിക്കും. കാര്യം ഡിബേറ്റിന്റെ ഇടയിൽ ജിൻഡോയുടെ പേര് മാറിയിട്ട് സിജോ ചേട്ടൻ പറഞ്ഞ പോലെ എന്നൊക്കെയായി. അതെ അതെ. സിജോ ഏട്ടായി ആയി. ജിൻഡോയുടെ കാര്യമാണ് പറയേണ്ടത്, സിജോ ഏട്ടായി എന്നൊക്കെ. അപ്പൊ സിജോ ചേട്ടന് സിജോയും ജാസ്മിനും പുറത്തെന്തോ ഇഷ്യൂ അവർ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് രണ്ടുപേരും കൃത്യമായിട്ട് അറിയത്തില്ല. യൂട്യൂബേഴ്സ് ആണ്, രണ്ടുപേരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പം അപ്പം അങ്ങനെ എന്തോ ഒരു പുള്ളിക്കാരുടെ എന്തോ വീഡിയോന് റിയാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങേരെന്തോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഒരു ഇതുണ്ട്. പക്ഷെ പുള്ളിക്കാരി ആദ്യം സിജോ ഇങ്ങനെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്യാൻ മിടുക്കനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം ഞാൻ അവിടുത്തെ ആ പുറത്തെ ഇഷ്യൂവിന്റെ പേരിൽ മാത്രമേ, പക്ഷെ അതിലൊരു ചെറിയ സത്യം ഉണ്ട്. കാര്യം ഉണ്ട് ഡിബേറ്റിന്റെ ഉണ്ട്. ഇടയിൽ പുള്ളിക്ക് ഒരു കൈപ്പഴ പറ്റിയപ്പം അൻസിബ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കണ്ടോ, പുള്ളിക്കാരിക്ക് അൻസിബ അത് അഗേൻസ്റ്റ് ആക്കി. ട്വിസ്റ്റ് ചെയ്തു. ആ ആ, ട്വിസ്റ്റ് ചെയ്തു. സിജോ കൊള്ളാം. കാര്യം സിജോ ഇങ്ങനെ വാക്ചാതുര്യം ഉള്ളത് കൊണ്ട് പുള്ളി നൈസായിട്ട്, അത് ഈ രതീഷ് കാണിക്കുന്ന പോലെ ഇങ്ങനെ അല്ല ഓവറായിട്ട് അല്ല നിന്ന് ഒച്ച വെക്കുകയൊന്നുമില്ല. പുള്ളി അല്ല സൈലന്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ സൈഡിൽ കൂടെ ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ നടന്നു പോയിട്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ചൊറിയിട്ട് ആ, ആ, ചൊറിയും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് പുള്ളിയുടെ പോയിന്റുകളെല്ലാം പുള്ളി രജിസ്റ്റർ പറയും. ചെയ്യുന്നുണ്ട് അതെ കറക്റ്റ് അതെ. ആയിട്ട്. ഉം. ഇപ്പം ഡിബേറ്റിൽ തന്നെ ആണെങ്കിലും പുള്ളിയാണ് മെയിൻ ആയിട്ട് അവരുടെ ടീമിലെ ഒരു അതെ. മെയിൻ ലീഡ് എന്നുള്ള രീതിയിൽ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് നമ്മുടെ റോക്കി ബായ് ഒരു ഒരു കുറച്ച് റോക്കി ഭായ്, റോക്കി ഭായ് ഹായ് ഐ ആം റോക്കി ഭായ്, റോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളി, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇപ്പൊ അങ്ങ് പൊളിക്കുമായിരിക്കും. അത് ജാസ്മിൻ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞങ്ങ് പ്രഖ്യാപിച്ചു. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, അതിന് ഡിബേറ്റ് പോലും തുടങ്ങിയിട്ടില്ലോ. പിന്നെ അതൊന്നും ജാസ്മിൻ അറിയണ്ട കാര്യം. അപ്പൊ അതൊക്കെ കാണുമ്പോ നമ്മൾ ഓർക്കും ഓക്കെ സിജോയായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതെ അതെ ആ, അതെ അതെ. പിന്നെ ഉം. ആ, റോക്കി ഭായ് ആണെങ്കിൽ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു തുടങ്ങിയിട്ട് പുള്ളി അങ്ങ് പറഞ്ഞു ചെയ്തു. പുള്ളി പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും സമയം ഇച്ചിരി തീർന്നു സ്ലോ പോയി. ആയിരുന്നു. അവിടെ ആരൊക്കെ വരുന്നു ഉറങ്ങുന്നു, പവർ ടീമിൽ ആരൊക്കെ വരുന്നു ഹാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉറങ്ങുന്നുണ്ട്. ഓ, ആ ഉറങ്ങി. ആ, നിഷാനായിരുന്നു. നിഷാനായിരുന്നു. നിഷാന ആ, പുള്ളിക്കാരിയൊക്കെ ഇരുന്ന് ഉറങ്ങു. കോട്ട് ആക്കിട്ടോ പുള്ളി ഓക്കെ ഇതെത്തും. ഇന്നെങ്ങാനും തീരുവോ എന്നുള്ള ആംഗിളിലല്ലേ ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു തുടങ്ങി. പുള്ളി അതൊന്നും പുള്ളി മനസ്സിലാകുന്നു, പറഞ്ഞു മുറിയാൻ പറഞ്ഞ് നമ്മളായിരിക്കും. അവസാനം പോയിന്റ് ഒന്നും മേക്ക് ചെയ്യുന്നില്ല. അപ്പൊ അപ്പുറത്തിരിക്കുന്ന അപ്സര പറഞ്ഞുറങ്ങിയപ്പോഴത്തേന് സമയം തീർന്നു. സമയം തീർന്നു. അല്ല, അപ്സര അതിന് മുന്നത്തെ ഇതിലൊക്കെ റൗണ്ടിലൊക്കെ നല്ലോണം ഡോമിനേറ്റ് അതെ ചെയ്തായിരുന്നു കേട്ടോ. പറഞ്ഞായിരുന്നു. അതെ പറഞ്ഞില്ല അതെ. ഉം. അംസിബാനെ. അതെ അതെ. അംസിബാനെ പിന്നെ പിടിച്ചു വാർത്തി അവിടെ ഇരുത്തിയിട്ട്
റോക്കി ഭായിയുടെ കാര്യം അറിയില്ല. മറ്റേ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നല്ല, എന്തൊന്നും രണ്ട് വ്യക്തിത്വം അങ്ങനെ എന്തോ എന്തോ രണ്ട് പറഞ്ഞല്ലോ. വ്യക്തിത്വം എന്നാണ് പറഞ്ഞത്. അതെ അതെ റോക്കിയും അസിയും ഇപ്പം അതില് ഇനിയിപ്പം ഏത് സാധനമാണ് വരാൻ പോകും. അതിന്റെ ഇടയിൽ പുള്ളി ഒരു ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. മറ്റേ രതീഷിന്റെ മൂക്കെ പോയി തൊട്ടിട്ട് പുള്ളിനെ ആ ക്ലൗൺ ആക്കി ക്ലൗൺ എന്നൊക്കെ ആണെന്ന്. അപ്പൊ മറ്റേ മുടിയൻ പറയുന്നുണ്ടായിരുന്നു, നന്നായി ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങക്ക് പറഞ്ഞാല് മനസ്സിലാവും. മനസ്സിലായില്ല. അല്ല, ഞങ്ങക്ക് മനസ്സിലായില്ല. മൂക്കെ തൊട്ട എന്താന്ന് മനസ്സിലായി. മൂക്കെ തൊട്ട ഉടനെ ക്ലൗൺ ആകും. ഇതൊന്നും തലക്കകത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല, പറയണം. എന്നാലല്ല നമുക്കറിയുള്ളൂ. കൊള്ളാം. അപ്പൊ നമ്മൾ ഇനി റോക്കി ബായിനെ നമ്മൾ ഡീകോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പുള്ളി അതെ അതെ കാണിക്കുന്ന അതെ അതെ. ഓരോന്നിനും അർത്ഥമുണ്ട്, ചിന്തിച്ചു നോക്ക് അത് എന്ന് നമ്മൾ പുള്ളിക്കാരന്റെ മോനെ മനസ്സിലാക്കിയിരിക്കുന്നു. കാണിച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരന്റെ അനിയനാന്നാ ഞാൻ ഓർത്തത്. ഒട്ടും പ്രായം തോന്നത്തില്ല പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാ അല്ലേ? ആ ആ ഇത് കണ്ടറിയ എന്താവും. പിന്നെ ആരാ ഉള്ളത്? പിന്നെ നോറ. നോറ ഒക്കെ അത്ര ഒരു എന്താ പറയുന്നത്, ഭയത്തൊക്കെ ഒന്നും കാണിച്ചില്ല. അവിടെ വന്നിട്ട് തന്നെ ഒരു വികാരപ്രകടനമൊക്കെ നടത്തിയിട്ട് പുള്ളിക്കാരി ഒന്ന് കരഞ്ഞായിരുന്നു. അതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും വരുമോന്ന് എനിക്കറിയില്ല. ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യം. ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള സമയത്ത് അത്ര ഇതങ്ങോട്ട് ഇതില്ലാത്തവര് അവർക്ക് പെർഫോം ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അവരത്ര ഉം. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആണെന്ന് നോറാന്ന് എനിക്ക് തോന്നുന്നു. ഗബ്രി കുഴപ്പമില്ല. കുഴപ്പമില്ല. ഗബ്രിയും അതെ. അത്യാവശ്യം ഡീസന്റ് ആയിട്ടൊക്കെ. അപ്പൊ ഗബ്രിയുമായിട്ടാണ് ജാസ്മിൻ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു ആ ഷോട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. അതും പുള്ളിക്കാരി അവിടെയാണ് ഇരുന്ന് ട്വിസ്റ്റ് കരയുമ്പം ആയത്. പുള്ളിക്കാരി ഇരുന്ന് ആ കരയുമ്പോ ഇവന്റെ ഷോൾഡർ ഇരുന്നാണ് കരയുന്നത്. അപ്പം ഇദ്ദേഹം എന്താണ് ആ, അവളെ കൺസോൾ ചെയ്യാണ് ചെയ്യേണ്ടത്, കാരണം കരയുവാണല്ലോ. അതിന് വരെ അവിടെ ഇരുന്ന് ഞങ്ങൾ നോക്കിയപ്പോ പിച്ചും പേയൊക്കെ പറയുന്നത് എന്തോ ഐസ്ക്രീം ഞാൻ എന്നോ. നോക്കിയപ്പോഴേ ഞാൻ നോക്കിയപ്പോ മറ്റേ എന്നെ ഫ്രൂട്ട് കേക്കോ എന്നിട്ട് എന്തോ പിയോ എന്നൊക്കെ പറഞ്ഞ അഡ്രസ് ഒക്കെ പറയുന്നത്. ഞാൻ ഓർത്ത് ഇവനെന്ത് ഈ പറയുന്നത്. പിന്നെ മനസ്സിലായി പുള്ളി അവിടെ എഴുതിയിരിക്കുന്ന ഏതാണ്ട് വായിച്ചോണ്ടിരിക്കുകയാണ്. ആ, എന്തോ അതെ അതെ. പ്രോഡക്റ്റിന്റെ നീ ഏതാണ്ട് ഇരുന്ന് എവിടെ ഇരുന്ന് വായിക്കുക. കര, ഞാൻ വായിക്കട്ടെ എന്നൊക്കെ. ഞാൻ വായിക്കട്ടെ എന്ന്. അതും ഈ രതീഷിന്റെ അടുത്തൊരു ഡയലോഗ് എന്താണ്ടെന്ന് അറിയില്ല. അവിടെ വെയിലുണ്ട്, അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഒരു തണലൊക്കെ ഇരുന്നാൽ മതി, അത്ര വെയിലത്ത് പോയിരിക്കും. സ്റ്റൺ ക്ലിപ്പായിട്ട് വന്നതാണ്, ബട്ട് എന്നാലും പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പം ലവ് ട്രാക്ക് വരുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലാണോ അതോ സിജോയും ജാസ്മിനും തമ്മിലാണോ? അറിയില്ല സിജോയും അറിയില്ല. ജാസ്മിനും തമ്മിൽ ഒരു കലിപ്പൻ കാന്താരി ഒരു എനർജി ഫീൽ ഉണ്ട് ഉണ്ട് ചെയ്യുന്നുണ്ട് ഫീൽ നമുക്ക്. പക്ഷെ ചെയ്തായിരുന്നു. യെസ്. അപ്പൊ അറിയില്ല എങ്ങനെയാണ് ഇവര് തമ്മിലാണോ ഒരു ട്രയാങ്കിൾ വരുന്നതെന്ന് അറിയില്ല. സുരേഷ് താത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് താത്ത ആദ്യമൊക്കെ നല്ല കട്ട വൃത്തിയിലായിരുന്നു. അത് ആളെ പല മനസ്സിലായല്ലോ. മറ്റേ ബോയ്സിനൊക്കെ ഇട്ട് നമ്മുടെ ഈ മറ്റേ ഭ്രമരത്തിലുള്ള ഭ്രമരം. പുള്ളിയാണ്, ഭ്രമരത്തിലുള്ള ഡോക്ടർ പുള്ളിയാണ്. ആ, ഭ്രമരത്തിൽ പക്ഷെ അതങ്ങനെ ഈ കോലത്തിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാര്യം മനസ്സിലാകത്തില്ല. മറ്റേലും ആ, ബുൾഗാനൊക്കെ അതെ അതെ. വെച്ചിട്ട് ഉം. പക്ഷെ പുള്ളി ഇപ്പോഴത്തെ എപ്പിസോഡിൽ കയറി വന്നു കേട്ടോ. കാര്യം ഈ നമ്മുടെ രതീഷിനെതിരെ പറഞ്ഞതും അങ്ങനെ നൈസായിട്ടായിരുന്നു. അത് നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അവൻ പുറലെടുത്ത് അവനെ പോടണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു അത് കൊള്ളായിരുന്നു. അപ്പൊ അതെ അതെ. സുരേഷ് ഷാത്ത അതായത് കയറി വരട്ടെ. മറ്റേ പുള്ളിയുടെ അതേ ആരോ കൊണ്ട് തന്നെ പുള്ളിക്ക് ഹായ്. ഈ ആ പുള്ളി യൂസ് ആ ചെയ്തു. അതെ, അവൻ ഉപയോഗിച്ച അതേ ആയുധം കൊണ്ട് തന്നെ അവൻ ഒരു ഒരെണ്ണം കൊടുത്തു. അത് നല്ലതായിരുന്നു, അത് കൊള്ളായിരുന്നു. ഇപ്പൊ സുരേഷ് ദത്ത ഇനി കയറി വരാൻ സാധ്യതകൾ കാണുന്നു. പിന്നെ ശരണ്യ ശരണ്യ ഇന്നത്തെ എന്താണ് ഡിബേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. സീരിയൽ കാണുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുമായിരിക്കും, കാരണം കുടുംബവിളക്ക് എന്ന് പറഞ്ഞ ഹിറ്റായിട്ടുള്ള ഏഷ്യനെറ്റ് സീരിയലിലെ മെയിൻ വില്ലത്തിയാണ് പുള്ളിക്കാരി. അപ്പോൾ ഉം. പുള്ളിക്കാരിയാണ് സെക്കൻഡ് വൈഫ് ഓഫ് ദി ഹീറോ. ഹീറോ ആണെന്ന് അറിയത്തില്ല, ഒരു ആന്റി ഹീറോ പോലെ പറയാം. അത് എന്താണേലും പുള്ളിക്കാരി അറിയാമായിരിക്കും. പുള്ളിക്ക് എനിക്ക് പുള്ളിക്കാരിയായിട്ട് ഫെമിലിയർ ആകുന്ന ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഏഷ്യാനെറ്റിലെ മറ്റേ മ്യൂസിക്കൽ പ്രോഗ്രാമിൽ നിന്ന് അങ്ങനെ എനിക്ക് അറിയാവുന്നതാണ്. കുഴപ്പമില്ല, പുള്ളിക്കാരിയും കുഴപ്പമില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ പരിപാടികളൊന്നും കാണാത്തോണ്ട് എനിക്കറിയില്ല. ഇപ്പം ഇന്നത്തെ ഇതില് കുഴപ്പമില്ലായിരുന്നു. ആ ഡിബേറ്റിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും പോരാ. കുഴപ്പമില്ല. പിന്നെ മറ്റു രണ്ട് കോമണേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. രശ്മിൻ ഇന്ന് കുറച്ച് റിയാക്ട് ചെയ്തു. അപ്പൊ അവളൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഉടനെ വന്നിട്ട് അവളെ ആശ്വസിപ്പിച്ചിരുത്താൻ നോക്കുക. എന്നാൽ എനിക്കിതാണ് ഇവര് വീക്കാണെന്ന് ആൾക്കാർ പറയുന്നു. എന്നാൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പം അവരൊന്ന് കേറി വരുമ്പോഴത്തേക്ക് ഇവർ ഉടനെ വന്നിട്ട് ഈ വീട്ടിലെ ആൾക്കാരൊക്കെ വേണം വന്നിട്ട് അവിടെ ഇരിക്കും, എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, കാമാവുന്നു. അവരതെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഓക്കെ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് അതിനും സമ്മതിക്കത്തില്ല.
അതായത് കൊള്ളാം. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു അൻസിബയുടെ കാര്യം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ. അവിടെ കയ്യിൽ ഇരുന്നിട്ട് ഉറക്കം എന്നെ കൊണ്ടൊന്നും വയ്യത്. അവിടെ ഒരു കൊള്ളാം. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഇതാണ്. പക്ഷെ ഞങ്ങളുടെ ഫേവറേറ്റ് പറഞ്ഞല്ലോ, നമ്മുടേത് അർജുനാണ്. അർജുനെയാണ് ഞങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുന്നത്. അപ്പൊ അർജുന് ബിഗ് വേണ്ടി ബോസിന്റെ ക്യാമറയൊക്കെ കൂടുതൽ അർജുന് വേണ്ടി ബിഗ് ബോസ് കാണാനിരിങ്ങിയ ആളാണ് ഞാൻ. അപ്പൊ വേറെ ആരെ സപ്പോർട്ട് ആ ചെയ്യാൻ? പക്ഷെ നോക്കട്ടെ. അവന് ക്യാപ്റ്റൻസി കിട്ടിയത് എന്തുകൊണ്ടും നന്നായെന്ന് ഞാൻ പറയും. കാര്യം ആ ഫസ്റ്റ് വീക്കില് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പുള്ളി ഇടപെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ക്യാമറ അവിടെ വരുന്നുണ്ടല്ലോ. ഫോക്കസ് അപ്പൊ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെ. പിന്നെ ഇടയ്ക്ക് കുറെ തഗ് ഡയലോഗുകളൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ട്. അതെ അതെ നമ്മള് അതെ. നമ്മളത് കീനായിട്ട് വാച്ച് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ. രതീഷിന്റെ അടുത്തൊക്കെ എന്തോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉറങ്ങുവാണെങ്കിൽ ഇരുന്ന് കൈയെങ്കിലും ആട്ടിക്കൊണ്ടിരിക്കാലോ. അങ്ങനെ അങ്ങനെയുള്ളതിലായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏഹ്, ഏഹ് അപ്പൊ നമുക്ക് കണ്ടറിയാം. അർജുൻ കയറി വരട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന. പിന്നെ ഇനിയിപ്പം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ തവണത്തെ നോമിനേഷൻ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ഇവളോട് പറഞ്ഞു, അതായത് ഇപ്പം ക്യാപ്റ്റൻ ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരെല്ലാം കൂടെ കൊള്ളി കുറച്ച് റിസർവ്ഡ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത്ര ആക്റ്റീവ് അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായേനെ. പക്ഷെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം പാവത്തിന്റെ തലയിലാണ്. ഇവിടെ എല്ലാത്തിലും പോയി ഇടപെടുകയും ആ വേണം. കഷ്ടമുണ്ട്. ഏഹ് കൊറേ അത് മനുഷ്യന്മാരുണ്ട് വെറുതെ ചില കിടന്ന് അലക്കുന്നവരൊക്കെ. കിടക്കെ ഒന്ന് ചില പാവത്തിന്റെ. സമയത്തൊക്കെ അവന് തന്നെ എന്ത് പണ്ടാറാ എന്തേലും കാണിക്കുക, എന്നോടെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്. മടുത്തു പുള്ളി. എന്നിട്ട് എല്ലാത്തിനും അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ഒരു ദിവസമാണെങ്കിൽ പുള്ളിയുടെ കണ്ണിൽ എന്തായാലും കുത്താനും ഒക്കെ പോകുന്നുണ്ട്. ഈ അടിയുടെ അടുക്ക് കയറുമ്പോ സൈഡിലൊക്കെ കണ്ടിരിക്കും. അവനാണെങ്കിൽ മടുത്ത്. ഈ പണ്ടാറകളെല്ലാം കൂടെ എല്ലാം ഈ തുടക്കത്തിൽ 2 ദിവസം ആയപ്പോഴേ ഇതുങ്ങളെല്ലാം ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് എല്ലാത്തിനും പോയി ഇടപെടാനായിട്ട് എനിക്കെന്താ ഫീൽ ക്യാപ്റ്റൻ ചെയ്യുന്നത് ആണല്ലോ. അറിയാം, ഈ കറക്റ്റ് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ പഠിപ്പിക്കാൻ പോകത്തില്ലേ, നഴ്സറി പഠിപ്പിക്കാൻ പോകുമ്പോ കുറെ തലതെറിച്ച പിള്ളേരുണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊരു ടീച്ചർ മടുത്തിട്ട് അവസാനം ഇരിക്കുന്നില്ല, നീക്ക് എന്തെങ്കിലും ചെയ്യ്, എന്നെ വെറുതെ വിട്. എന്തെങ്കിലും ആ ചെയ്യും. അതെ. പക്ഷെ ആറ്റിറ്റ്യൂഡാണ് ഇനിയിപ്പം പുള്ളി. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അവനെ പ്രോപ്പറായിട്ട് അവൻ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ. കാര്യം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും വയലന്റ് ആവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കയറി വരാനുള്ള സാധ്യതകളുണ്ട്. കയറി വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെ അതെ. വിന്നർ ആവട്ടെ എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇപ്പം അർജുന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ എങ്ങനെയാണ് ഈ ബിഗ് ബോസിന്റെ ഇത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക. കമന്റ് ചെയ്യണം കേട്ടോ. കാര്യം കമന്റ് ചെയ്താല് കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ആനിമലിന്റെ ഒക്കെ ചെയ്തതൊക്കെ. അപ്പൊ അതുപോലെ നമുക്ക് നിങ്ങൾ ഞങ്ങൾ കമന്റ് ആക്ച്വലി 2 രീതിയിൽ ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഒരു രീതി എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം. മേ ബി 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ഉള്ള കുഞ്ഞു വീഡിയോകൾ ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ നോർമൽ മൂവി റിവ്യൂ ചെയ്യുന്നതിൻ്റെ അകത്തിൽ ഒരു ചെറിയ സെഗ്മെന്റ് ആയിട്ട്, ബിഗ് ബോസിന്റെ ഒരു ചെറിയ സെഗ്മെന്റ് ആയിട്ട്, അതൊരു 10 മിനിറ്റ്സ് മേ ബി 15 മിനിറ്റ്സ് ഉള്ള ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ദയ കാണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാര്യം പറയൂ. കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അതെ. ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം 4 എപ്പിസോഡുകൾ എടുത്തിട്ടാണ്. ഇതിപ്പോ ഇന്ന് ഇത്രയും ഇച്ചിരി ലെങ്തി ആവാൻ കാര്യം ഞങ്ങൾ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. പിന്നെ അർജുനായിട്ടുള്ള കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ഇത്രയും ലെങ്തി ആയത്. ഇനിയുള്ള എപ്പിസോഡുകൾ അത്രയും ആവാൻ സാധ്യതകൾ ഇല്ല. അപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എങ്ങനെയാണ് എപ്പിസോഡ്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. അത് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു 3-4 എപ്പിസോഡുകൾ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു അതുവരെയുള്ള ഒപ്പീനിയൻ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ എന്തെങ്കിലുമൊക്കെ എന്ന് പറയാനായിട്ട് തോന്നുന്നത്. ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 അപ്പൊ അതെ. അങ്ങനെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങളൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. കാര്യം ഞങ്ങൾക്ക് ബാലയേനൊക്കെ വിട്ടിട്ടൊരു കളിയില്ല. അതുകൊണ്ട് ഇല്ല ഇല്ല, അതൊക്കെ ഞങ്ങൾക്ക് തീർച്ചയായും. ചെയ്യണം. അപ്പം അതൊക്കെ നിങ്ങൾ വരുന്നതായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ദിസ് ഇസ് മിസ്റ്റർ ദിഗംബരൻ സൈനിങ് ഓഫ് വിത്ത് UDC UDC കുമാരി. കുമാരി.
താങ്ക് യു. ബൈ.